നീറ്റ് 2022 പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വർഷം മാറ്റിവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. മികച്ച അധ്യാപകർ, ഉന്നത നിലവാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, കൃത്യതയാർന്ന മോക്ക് ടെസ്റ്റുകൾ, അതിനേക്കാൾ ഉപരി നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ഒരു വില്ലനായി നിൽക്കുന്നത് എന്തുകൊണ്ട്? എത്ര വായിച്ചിട്ടും മനസ്സിലാവാത്ത ചോദ്യങ്ങൾ, മനസ്സിലായ ചോദ്യങ്ങൾക്കാവട്ടെ ഉത്തരങ്ങളിലേക്ക് എത്താനും കഴിയുന്നില്ല. നമുക്കാദ്യം ഫിസിക്സിനെ പ്രണയിച്ച് തുടങ്ങാം, എന്നിട്ടാവാം പഠനം. നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന അതേ അധ്യാപകർ തന്നെ രാപ്പകൽ ഭേദമന്യേ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാം ഒറ്റ കുടക്കീഴിൽ പെരിന്തൽമണ്ണ മലബാർ പ്ലാറ്റിനം ക്ലാസ്സസ്. നമുക്കൊരുമിച്ച് തുടങ്ങാം. MBBS പ്രവേശനം ഉറപ്പാക്കാം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. MBBS ഒരു സ്വപ്നം മാത്രമല്ല, പഠിച്ചു നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല മനസ്സുണ്ടെങ്കിൽ. ഉയർന്ന മാർക്കുകളല്ല, ദൃഢനിശ്ചയവും യഥാർത്ഥ കോച്ചിങ്ങും നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. ഏറ്റവും കുറഞ്ഞ ചെലവിൽ മക്കൾക്ക് വേണ്ടി ഏറ്റവും മികച്ചത് തന്നെ കണ്ടെത്തണ്ടേ? നീറ്റ് എന്ന ടെൻഷൻ അങ്ങ് വിട്ടേക്ക്. നീറ്റിന് മാത്രമായി നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നമ്മുടെ കേരളത്തിൽ. ഉയർന്ന വിജയ ചരിത്രം, മികച്ച അധ്യാപനം, പ്രത്യേകം തയ്യാറാക്കിയ സിലബസ്, എല്ലാത്തിനുമുപരി ആത്മാർത്ഥമായ പരിശ്രമം. പ്ലാറ്റിനം 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 പ്ലാറ്റിനം. എല്ലാവർക്കും ഈസിയായി MBBS കരസ്ഥമാക്കാൻ നീറ്റ് ക്രാഷ് ആൻഡ് നീറ്റ് റിപ്പീറ്റ് പ്രോഗ്രാം പ്ലാറ്റിനത്തിൽ നിന്ന്. ഇതിലും മികച്ചത് ഇനി എന്ത് കേൾക്കണം? പെരിന്തൽമണ്ണ പ്ലാറ്റിനം ക്ലാസ്.
ഹലോ ഹലോ ഓക്കെ, വെൽക്കം ടു പ്ലാറ്റിനം ക്ലാസ്സസ്. നമ്മൾ മിനിയാന്ന് 7-ാം തീയതി നടന്ന നീറ്റ് മോഡൽ എക്സാമിനേഷൻ്റെ ഡിസ്കഷനിലാണ്. അപ്പം ലാസ്റ്റ് ഡേ ഫിസിക്സും ബയോളജിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 51 ആണ്. A sudden large jump between the values of second, mark ചെയ്യാം, second and third ionization enthalpy or ionization energy of an element would be associated with the electronic configuration is. ഈ ionization enthalpy എന്താണെന്ന് അറിയാം, amount of energy required to remove outermost electrons ആണ്. then ഇവിടെ പറഞ്ഞ വാല്യൂസ് സെക്കൻഡും തേർഡും ആണ്. അപ്പോൾ സെക്കൻഡ് കഴിഞ്ഞ് തേർഡിലേക്കാണ് ഒരു ലാർജ് ജമ്പ് ബിറ്റ്വീൻ ദി വാല്യൂസ് പറഞ്ഞത്. ഈ എനർജിയിൽ ഉണ്ടാകുന്ന ഈ ലാർജ് ജമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഷെൽ ചേഞ്ച് ആണ്. എനർജിയിൽ ഉണ്ടാകുന്ന ഈ ലാർജ് ഡിഫറൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഷെൽ ചേഞ്ച് ആണ്. ദെൻ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി മീൻസ് IE1 എന്ന് പറയും, എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഫസ്റ്റ് ഇലക്ട്രോൺ. സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് സെക്കൻഡ് ഇലക്ട്രോൺ. അപ്പോൾ സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവൽ കഴിഞ്ഞിട്ടാണ് ഈ ലാർജ് ജമ്പ്. ദാറ്റ് മീൻസ് വാലൻസി ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 2 ഇലക്ട്രോൺ കഴിഞ്ഞിട്ട് ഈ ലാർജ് ജമ്പ് ഇൻഡിക്കേറ്റ് ആ ഷെല്ലിൽ നിന്ന് ഇന്നർ ഷെല്ലിലേക്ക് എൻ്റർ ചെയ്തു. സോ ഫസ്റ്റ് ഓപ്ഷനിൽ നോക്ക്, 1 ഇലക്ട്രോൺസ് ആണ് വാലൻസി ഷെല്ലിൽ. ഈ കേസിൽ ലാർജ് ഡിഫറൻസ് വേണ്ടത് സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പിക്കാണ്. ഓക്കെ, ലാർജ് ഡിഫറൻസ് വേണ്ടത് സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പിക്കാണ്. ദെൻ സെക്കൻഡ് കേസിൽ ഇതാ 3s2 ആണ് ഉദ്ദേശിച്ചത്. 3s2 3p1 ആണ് ഉദ്ദേശിച്ചത്. സോ ഈ കേസിൽ 3s2 ആണെങ്കിൽ ഫോർത്ത് എനർജിയിലാണ് ലാർജ് ഡിഫറൻസ് ഉണ്ടാവുക. കാരണം വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നോർമൽ ഡിഫറൻസ് മാത്രമേ ഇവിടെ കാണൂ. ബട്ട് ഓപ്ഷൻ 3യുടെ കേസിലോ, ഓപ്ഷൻ 3യിൽ then 3s2 ആണ്. 3s2 ഇൻഡിക്കേറ്റ് 4 ഇലക്ട്രോൺസ് ഇൻ വാലൻസി ഷെൽ. അപ്പോൾ 4 അയനൈസേഷൻ എൻതാൽപ്പിയിലും നോർമൽ ഡിഫറൻസ് ഉണ്ടാകൂ. ദെൻ ഹിയർ 3s2, ദിസ് ഇസ് 2 വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്ത് അടുത്ത ഇലക്ട്രോൺസ്, തേർഡ് ഇലക്ട്രോൺസ് റിമൂവ്ഡ് ഫ്രം ദിസ് 2p. അപ്പോൾ ഈ ഇന്നർ ഷെല്ലിൽ നിന്നാണ്. സോ ആ ലാർജ് എനർജി ഡിഫറൻസ് കാണിക്കുന്നത്. ദെൻ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, കാരണം സെക്കൻഡ് കഴിഞ്ഞു, ദെൻ തേർഡിലാണ് ലാർജ് ഡിഫറൻസ് കാണിക്കുന്നത്. അപ്പോൾ 2 ഇലക്ട്രോൺസ് ആണ് വാലൻസി ഷെല്ലിലുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 52. ദെൻ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നു, ആൽക്കീൻ ആണ് തന്നത്. ആൽക്കീൻ്റെ ഒസോണോലൈസിസ് ആണ്, ഫോളോഡ് ബൈ സിങ്ക് ബാർ വാട്ടർ ആണ്. ഓക്കെ, ദെൻ ഈ ഒസോണോലൈസിസിൽ ഇതാ ഈ മോളിക്യൂൾസിൻ്റെ ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ദെൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓപ്ഷനാണ് കിട്ടുക? ദെൻ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ CH3, ഹിയർ CH2, CH3, ഇവിടെ എന്തായിട്ട് മാറും? CHO, ദെൻ ഹിയർ കാർബൺ ചേഞ്ചസ് ടു CHO. അപ്പോൾ 2 എൻഡിലും ഏതാണ് വരുന്നത്? 2 എൻഡിലും ആൽഡിഹൈഡ് ആണ്. നമുക്ക് ഈ ഓപ്ഷൻസ് കട്ട് ചെയ്യാം. കീറ്റോൺസ് ആണ് വന്നത്, ഈ ഓപ്ഷനും കട്ട് ചെയ്യാം. ദെൻ ഈ ഐദർ 1 or 2, 1 or 3 ഇത് കറക്റ്റായിട്ട് നോക്കാം. ഈ CHO ഉള്ള ഈ കാർബണിൽ CH2 CH3, ദെൻ CHO, ദെൻ CH, CH2 CH3, ഹിയർ CHO. ദ നെക്സ്റ്റ് കാർബൺ, ഈ കാർബൺ ഞാൻ സ്റ്റാർ ചെയ്ത കാർബൺ, ഈ കാർബണിൽ ഇവിടെ മിഥൈൽ ഗ്രൂപ്പാണ്, ഇവിടെ ഇഥൈൽ ഗ്രൂപ്പാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് Question 53. An organic compound containing nitrogen, sulfur, oxygen
as extra element is fused with sodium metal and then extracted with water, the species which is not present in the sodium extractees. Lazanius test ആണ്. നമ്മൾ നോർമലി അതിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ നൈട്രജനും കാർബണും റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇൻ സോഡിയത്തിൻ്റെ പ്രസൻസിൽ എന്തായിട്ടാണ് മാറുന്നത്? NaCN. ഇനി സൾഫർ ഉണ്ടെങ്കിൽ CNS ആയിട്ടോ അല്ലെങ്കിൽ S2- ആയിട്ടോ. ദെൻ ഇതിലില്ലാത്തത് ഏത് കോമ്പൗണ്ടാണ്? NO3-. നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ഉള്ളത് സയനൈഡ്, ദെൻ തയോസയനൈറ്റും അതേപോലെ തന്നെ S2-ഉം. ദെൻ ഹിയർ വിച്ച് ഈസ് നോട്ട് പ്രസൻറ്റ്, then not present is option 3, NO3-. Okay. Then question 54. The electrons identified by quantum numbers, principal quantum number n, azimuthal quantum number l, then can be placed in the order of increasing energy. Then energy is equal to principal quantum number plus azimuthal quantum number. So here energy is equal to 5. First option 5 ആണ്. സെക്കൻഡ് ഓപ്ഷൻ 4 ആണ്, തേർഡ് ഓപ്ഷൻ 5 ആണ്, ദെൻ ഫോർത്ത് ഓപ്ഷൻ 4 ആണ്. 2 5ഉം 2 4ഉം. ദെൻ ഇഫ് 2 സബ്ഷെൽസ് ഹാവിങ് സെയിം n+l വാല്യൂസ് ആണെങ്കിൽ ഹയർ എനർജി ആർക്കായിരിക്കും? ഹയർ n വാല്യൂസിനായിരിക്കും ഹയർ എനർജി. ദെൻ ഹയർ n വാല്യൂസ് 4 ആണ്. സോ 1 ഇസ് ഗ്രേറ്റർ, 1നാണ് ഗ്രേറ്റർ എനർജി. പിന്നെ 3, 5 കംപ്ലീറ്റ് ആയി. പിന്നെ 4ഉള്ള 2 പേര്, ഒന്ന് N4 ആണ് ടോട്ടൽ എനർജി 4, N3 ആണ് ടോട്ടൽ എനർജി 4. ദെൻ നെക്സ്റ്റ് മോർ എനർജി ഓപ്ഷൻ 2, ദെൻ ലാസ്റ്റ് ഓപ്ഷൻ 4. ദെൻ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പ്ലസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് എനർജി. അപ്പോൾ 2 സബ്ഷെല്ലിന് ഒരേ എനർജി ആണെങ്കിൽ ഹയസ്റ്റ് n വാല്യൂ ആണ് ഹയർ എനർജി. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 55. ഓക്കെ, ആൽക്കീൻ ആണ്, ബ്രോമിയം ബാർ CCl4 അല്ലേ, ബ്രോമിനേഷൻ ആണ്. ദെൻ ദെൻ NaNH2 ബാർ NaOH സോഡമൈഡ് ആണ്. ദെൻ ഇതിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്താൽ എന്താകും? ബ്രോമിൻ ആഡ് ചെയ്താൽ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി A ഈസ് A. Then followed by NaNH2 ആണ്. NaNH2 മീൻസ് ഡീഹൈഡ്രോഹാലജനേഷൻ ആണ്. ഡീഹൈഡ്രോഹാലജനേഷൻ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ NaBrഉം NH3യും റിമൂവ് ആയി. നെക്സ്റ്റ് അടുത്ത NaNH2 ആയിട്ട് റിയാക്ട് ചെയ്ത് ഈ സെക്കൻഡ് Brഉം റിമൂവ് ആയി. സോ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ ആണ്, സോഡമൈഡ്. Dehydrohalogenation ആണ്. So the correct answer is option 1 is the correct answer. Okay, 1 2 then 3 4, 1 2 3 4, right? Then option 4 is the correct answer. Okay, dehydrohalogenation ആണ് sodamide. Then question 56, the pair of species with similar shape ആണ്. Okay, PCl3NH3 ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ആണ്. ദെൻ ഫോസ്ഫറസിന്റെ ബോണ്ട് പെയർ PCl3 ബോണ്ട് പെയർ is equal to 3 and lone pair is equal to 1. ഫോസ്ഫറസിൽ ടോട്ടൽ 5 ഇലക്ട്രോൺസ് ആണ്. ഔട്ട് ഓഫ് 5 ഇലക്ട്രോൺ 3 ഇലക്ട്രോൺ ഈസ് യൂസ്ഡ് ഫോർ ബോണ്ടിങ്, റിമൈനിങ് 2 ഇലക്ട്രോൺസ് ലോൺ പെയേഴ്സ് ആയിട്ട്. സോ ലോൺ പെയർ 1 ആൻഡ് ബോണ്ട് പെയർ 3. ഇൻ കേസ് ഓഫ് അമോണിയ സെയിം കേസ് തന്നെയാണ് അമോണിയ. Then bond pair equal to 3 and lone pair equal to 1. നമ്മൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ പെയർ ഇസ് ഈക്വൽ ടു, ടോട്ടൽ പെയർ കാണാനുള്ള ഇക്വേഷൻസ് എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം പ്ലസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഓർ ഹാലോജൻസ്. സോ ഹിയർ ടോട്ടൽ പെയർ ഈക്വൽ ടു 4. ഇൻ കേസ് ഓഫ് ബോത്ത് PCl3 ആൻഡ് NH3 ടോട്ടൽ പെയർ ഈക്വൽ ടു 4. ബട്ട് ബോണ്ട് പെയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുഭാഗമുള്ള ആറ്റങ്ങൾ എണ്ണാണ് ബോണ്ട് പെയർ. അപ്പോൾ രണ്ട് കേസിലും ടോട്ടൽ 4 ആണ്. ദെൻ ബോണ്ട് പെയർ ഈക്വൽ ടു ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. സോ ഏതാ ഷേപ്പ്? ടോട്ടൽ പെയറിൽ ഒരു ലോൺ പെയറും 3 ബോണ്ട് പെയറും ട്രയഗണൽ പിരമിഡൽ. Then option 1 is correct answer, 56. Right. Then 57. The equilibrium constant for the reaction H2 plus CO2 gives H2O plus CO.
all of them gas. Then Kc തന്നു, Kc is equal to 1.80 at 1000 degrees Celsius if 1 mole H2 and 1 mole of CO2 are placed in 1 liter flask. The final equilibrium concentration of CO at 1000 degree is. Okay, നമുക്ക് ഇക്വേഷനിൽ എന്ത് ചെയ്യാം? H2 plus CO2 gives H2O plus CO. ഇതിൻ്റെ സ്റ്റോഷിയോമെട്രി എന്ന് എഴുതാം. ഇനീഷ്യലി 1 മോൾ 1 ലിറ്റർ, അപ്പോൾ കോൺസെൻട്രേഷൻ 1 ആണ്. നമ്മളോട് ചോദിച്ചത് ഫൈനൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ്. ഞാൻ എഴുതിയത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അത് 1 എഴുതാൻ കാരണം concentration is equal to n/v, number of moles per unit volume, number of moles 1, volume 1 liter. So 1 here H2O 0. Then H2 ഒന്ന് റിയാക്ട് ചെയ്യുന്നത് 1 mole ആണ്. അപ്പോൾ സ്റ്റോഷിയോമെട്രി ചെയ്താണെങ്കിൽ 1 minus x x. Okay, then Kc is equal to എന്ത് വന്നു? x square by 1 minus x whole square. That Kc is equal to നമുക്ക് തന്നു Kc 1.8 ആണ്. 1.8 is equal to x square by 1 minus x. Then റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? റൂട്ട് Kc is equal to x by 1 minus x. Then റൂട്ട് Kc, റൂട്ട് 1.8 is approximately ഒരു 1.35 വരും. 1.35 is equal to x by 1 minus x. ഇതിൽ ഓപ്ഷൻസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. മാത്തമാറ്റിക്കലി വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിലെ ഈ ഓരോ ഓപ്ഷൻസും ഇതിലേക്കൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ കറക്റ്റ് ആൻസർ കിട്ടും. ദെൻ ആൻസർ ഈസ് 0.573. കാരണം ഈ ആൻസർ വരാനുള്ള ചാൻസ് ഇല്ല, ഇതും വരാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താ? ആൻസർ ഈസ് ഗ്രേറ്റർ ദാൻ 1. ആൻസർ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ 1 മൈനസ് എക്സ് അതിനേക്കാളും വലുതാകും. അപ്പോൾ ആൻസർ ലെസ് ദാൻ 1 വരും. അപ്പോൾ എക്സ് ഫോർ എക്സാമ്പിൾ എക്സ് 0.385 ആണെങ്കിൽ 1 മൈനസ് എക്സ് അറൗണ്ട് 0.6 സംതിങ് ആകും. ദെൻ ലെസ് ദാൻ 1 വരും. ഈ ഓപ്ഷൻ വന്നാലും ലെസ് ദാൻ 1 വരും. ദെൻ ഇത് വന്നാലും കറക്റ്റാണ്. 5/1 മൈനസ് 5 എന്ന് പറയുമ്പോൾ അറിയാം നെഗറ്റീവ് വാല്യൂസ് വരിക. ദെൻ കറക്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ കറക്റ്റ് കിട്ടും. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ. Then question 58, of the following the metal that cannot be obtained by electrolysis of aqueous solution of salt. നമ്മൾ ആക്റ്റീവ് മെറ്റൽസ് ഉണ്ട്, എസ് ബ്ലോക്ക് മെറ്റൽസ്, ലിത്തിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, ക്രോമിയം പോലുള്ള മെറ്റൽസ്. ദെൻ ഈ മെറ്റൽസിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് വാല്യൂസ് ആണ്, നെഗറ്റീവാണ്. ഈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെങ്കിൽ ഈ മെറ്റൽസിൻ്റെ അക്വസ് സൊല്യൂഷൻ്റെ ഇലക്ട്രോലൈസിസിൽ ദെൻ SRP ഓഫ് ഹൈഡ്രോജൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 ആണ്. ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് കാത്തോഡിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവർ അക്വസ് സൊല്യൂഷൻ്റെ ഇലക്ട്രോലൈസിസിൽ SRP നെഗറ്റീവ് ഉള്ള റിയാക്റ്റീവ് മെറ്റൽസ് ആണെങ്കിൽ ദെൻ ആ മെറ്റൽസ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുക, ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുക കാത്തോഡിൽ. അപ്പോൾ ഓക്കെ നോക്കാം. സിൽവർ SRP പോസിറ്റീവ് ആണ്. ദെൻ കോപ്പർ SRP പോസിറ്റീവ് ആണ്. ദെൻ മഗ്നീഷ്യം ആൻഡ് ക്രോമിയം that cannot be obtained by electrolysis of aqueous solution of salt. Here the correct answer is magnesium. Magnesium is active metal. Especially S block metals ഒക്കെ highly reactive metals ആണ്. ഈ റിയാക്റ്റീവ് മെറ്റൽസിൻ്റെ ഒക്കെ ഇലക്ട്രോലൈസിസിൽ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ, കാഥോഡിൽ ലിബറേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 മഗ്നീഷ്യം. ക്വസ്റ്റ്യൻ 58. ഓക്കെ. Then 59, what will be the pH of a solution made by diluting 25 centimeter cube of N by 100 HCl to 500 centimeter cube? നമുക്ക് ആദ്യം ഡൈല്യൂഷൻ ആണ്. അപ്പോൾ ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ്റെ നോർമാലിറ്റി കണ്ടിട്ട് വേണം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, pH കാൽക്കുലേറ്റ് ചെയ്യാൻ. ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ്റെ നോർമാലിറ്റി കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ N1V1 = N2V2. So N1 is equal to N by 100, that is 1 by 100, that into 25 is equal to, normality നമുക്കറിയില്ല, N2 into
500. So N2 is equal to 25 into 10 raised to minus 2 by 500. 25 into 10 raised to minus 2 by 500. That is 25 by 50. 25 by 50 is equal to 1 by 2 into 10 raised to minus 3. 1 by 2 into 10 raised to minus 3. That is 5 into 10 raised to minus 4. ഇതാണ് നോർമാലിറ്റി. HCLന്റെ നോർമാലിറ്റി 5 into 10 raised to minus 4 ആണ്. ഇനി പി എച്ച് കാണാനുള്ള ഇക്വേഷൻ എന്താ? പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് നോർമാലിറ്റി ഓഫ് ആസിഡ് ആണ്. ആസിഡിന്റെ നോർമാലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ മൈനസ് ലോഗ് 5 into 10 raised to minus 4. Then answer is 4 minus log 5. Log 5 is approximately 0.7 ആണ്. 4 minus 0.7. Here the answer is option 3, 3.3. Option correct answer is option 3, 3.3. ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ്റെ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഇക്വേഷൻ ഓഫ് ഡൈല്യൂഷൻ യൂസ് ചെയ്തു. N1 V1 ഈക്വൽ ടു N2 V2. ദെൻ ആ സൊല്യൂഷൻ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ. Then okay, then question 61. E0 ആണ് തന്നത്. 2Br minus gives Br2 plus 2 electron. അത് ഓക്സിഡേഷൻ ആണ്. സോ ഇത് SOP ആണ്, നോട്ട് എ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അത് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ്. ദെൻ I2 റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. റിഡക്ഷൻ ആയിട്ടാണ് എഴുതിയത്. Fe2 പ്ലസും റിഡക്ഷൻ ആയിട്ടാണ് എഴുതിയത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും റിഡക്ഷൻ ആക്കി എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്തായി? പ്ലസ് 1.09. എല്ലാം റിഡക്ഷൻ ആക്കി ഞാൻ എഴുതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ വിൽ നോട്ട് ബി സ്പോണ്ടേനിയസ്? നടക്കാത്ത റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചത്. Fe പ്ലസ് Br2 ഗീവ്സ് FeBr2. ഓക്കെ, ഇവിടെ Fe പ്ലസ് 2 ആണ്, Br മൈനസ് 1 ആണ്. Feക്ക് ഓക്സിഡേഷൻ നടന്നു, ബ്രോമിന് റിഡക്ഷനും നടന്നു. ഓക്കെ, നമ്മളെ കണ്ടീഷൻ എന്താ? ദെൻ സെക്കൻഡ് ഇക്വേഷൻസ് നോക്ക്. നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ നോർമലി പറയുന്നത് എന്താ? അപ്പോൾ നമ്മൾ ഹാലജൻ്റെ കേസിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, ഹയർ SRP ഫ്ലൂറിൻ ആണ്, ഹയർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻസ് ഫ്ലൂറിൻ ആണ്. റെഡി? അപ്പോൾ നമ്മൾ നോർമലി പറയാറുള്ളത് ഹയർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ ഉള്ള ഈ എലമെൻറ്റ് റിമൈനിങ് അയോൺസിനെ അവർ അക്വസ് സൊല്യൂഷന് ഡിസ്പ്ലേസ് ചെയ്യും. അതാണ് ഹാലജൻ ഡിസ്പ്ലേസ്മെൻറ്റ്. മോർ SOP അല്ലെങ്കിൽ മോർ SRP ഉള്ള എലമെൻറ്റ് ലെസ് SRP ഉള്ള എലമെൻസിനെ അവർ സൊല്യൂഷൻസിന് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ആ കണ്ടീഷൻസ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോർ SRP ആർക്കാണ്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ അത് പോസിബിളാണ്, സെക്കൻഡ് കേസിലും പോസിബിളാണ്. Fe പ്ലസ് I2 നോർമൽ റിഡോക്സ് റിയാക്ഷൻസ് പോസിബിൾ ആണ് സെക്കൻഡ് റിയാക്ഷനിലും. ദെൻ റിയാക്ഷൻ നമ്പർ 3 നോക്ക്. റിയാക്ഷൻ നമ്പർ 3യുടെ കേസിൽ എന്താണ്? 3യുടെ കേസിൽ I2 2Br മൈനസ്. ദെൻ I2യുടെ വാല്യൂ 0.54 ആണ്. Br മൈനസിൻ്റെ വാല്യൂ 1.09 ആണ്. നമ്മളെ കണ്ടീഷൻ എന്താ? മോർ SRP ഉള്ള എലമെൻ്റ് ആണ്, ലെസ് SRP ഉള്ള എലമെൻസിനെ അതിൻ്റെ സൊല്യൂഷന് ഡിസ്പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻസ് നോർമൽ കേസിൽ ഫീസിബിൾ അല്ല. ദെൻ ഈ റിയാക്ഷൻ ഫീസിബിൾ ആണ്. ഇതൊന്നുകിൽ നമുക്ക് ഇങ്ങനെ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ ഇതിൻ്റെ E0 കാൽക്കുലേറ്റ് ചെയ്യണം. റിയാക്ഷൻ ഫീസിബിൾ ആവണമെങ്കിൽ ഇത് നോർമൽ ഈ E0 വെച്ച് ഡയറക്റ്റ് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ റിയാക്ഷൻ്റെ E0 സെൽ കാൽക്കുലേറ്റ് ചെയ്താലും ആ റിയാക്ഷൻ ഫീസിബിൾ ആവണമെങ്കിൽ E0 is equal to പോസിറ്റീവ് വരണം. E0 പോസിറ്റീവ് വന്നാൽ ഡെൽറ്റ G0 is equal to നെഗറ്റീവ്. ഓക്കെ, അത് ഡയറക്റ്റ് ആണ്. ഈ ഹാലജൻ എക്സ്ചേഞ്ചിൽ ഫ്ലൂറിൻ ക്യാൻ ഡിസ്പ്ലേസ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഫ്രം ഇറ്റ്സ് ഓൺ അക്വസ് സൊല്യൂഷൻസ്. ക്ലോറിൻ ആണെങ്കിൽ ബ്രോമിനും അയഡിനും ഡിസ്പ്ലേസ് ചെയ്യും. ബ്രോമിൻ ക്യാൻ ഓൺലി ഡിസ്പ്ലേസ് I minus from its aqueous solution. I2 cannot displace any other halogens. നമ്മൾ P ബ്ലോക്കിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ 62. ഇൻ ദി റിയാക്ഷൻ S plus 3/2 O2 gives SO3. നമുക്ക് 2x കാലറി തന്നു. ഹീറ്റ് 2x ആണ്, ഇവിടുത്തെ ഹീറ്റ് 2x ആണ്.
then SO2 plus half O2 SO3 ഇവിടുത്തെ ഹീറ്റ് Y ആണ്. ഓക്കെ, ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് SO2 എന്താണ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? then amount heat change when one mole compound is formed from its own element. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? S plus O2 gives SO2. ഇതാണ് ഫോർമേഷൻ. ഈ ഫോർമേഷനിൽ ഹീറ്റ് ചേഞ്ച് ആണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷൻ അങ്ങനെ തന്നെ വെക്കാം. ഇക്വേഷൻ 1നെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വെച്ചു. സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്തു? സെക്കൻഡ് ഇക്വേഷനെ റിവേഴ്സ് ചെയ്തു. സെക്കൻഡ് ഇക്വേഷനെ റിവേഴ്സ് ചെയ്താൽ എന്താകും? ദെൻ ഹീറ്റിൻ്റെ സൈന് മാറും. സോ ഫസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ 2x ആണ്. സെക്കൻഡ് ഇക്വേഷൻ റിവേഴ്സ് ഓഫ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഇക്വേഷന് റിവേഴ്സ് ചെയ്ത് ഫസ്റ്റ് ഇക്വേഷനോട് സെക്കൻഡ് ഇക്വേഷനെ റിവേഴ്സ് ചെയ്ത് ആഡ് ചെയ്താൽ SO3 ക്യാൻസൽ. S പ്ലസ് O2 ഗീവ്സ് SO2. റൈറ്റ്. ദെൻ ആൻസർ ഈസ് എന്ത് വരും? 2x മൈനസ് വൈ. 2x മൈനസ് വൈ. ദെൻ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. എൻതാൽപ്പി അല്ല ചോദിച്ചത്. എൻതാൽപ്പി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ആൻസർ മാറും. എൻതാൽപ്പി ആണെങ്കിൽ നമ്മളിവിടെ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു -2x എഴുതും. ദെൻ ഇവിടെ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു -y എഴുതും. കാരണം ഇത് രണ്ടും എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ഹീറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ സൈൻ ഇല്ലാതെ എഴുതിയത്. ഒന്ന് അബ്സോർബ്ഡും ഒന്ന് റിലീസ്ഡും ആണ്. കാരണം ഇത് ഞാൻ റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്താൽ അബ്സോർബ്ഡ് റിലീസ്ഡ് ആ രണ്ടും ചേഞ്ച് ഉണ്ട് ഹീറ്റിന്. അതുകൊണ്ട് സൈൻ മാറ്റി. ഇനി എൻതാൽപ്പി ചേഞ്ച് അല്ലേ ചോദിച്ചത്, ഹീറ്റ് ചേഞ്ച് ആണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് 2x മൈനസ് വൈ എന്ന് പറഞ്ഞത്. ഓക്കെ, then question 63. The IUPAC name of this compound. ഇതിന്റെ കറക്റ്റ് IUPAC നെയിം എന്താ? സിമ്പിൾ ആയിട്ട് പറയാം, ഇത് ക്ലോറിഡോ ആണ്. ക്ലോറിഡോ നൈട്രിറ്റോ. ഇത് ഇതേൻ 1,2 ഡൈ അമൈൻ ആണ്. നമുക്ക് എങ്ങനെ ഓർഡറിൽ പറയണം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ ക്ലോറിഡോ, ബിസ് ഇതേൻ 1,2 ഡൈ അമൈൻ, നൈട്രിറ്റോ, കൊബാൾട്ട്. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാൽ ഈ ക്ലോറിൻ -1, ഈന് 0 ആണ്, നൈട്രേറ്റ് -1 ആണ്, ക്ലോറിൻ -1 ആണ്. സോ കൊബാൾട്ട് +3 ആണ്. കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ആദ്യം പറയേണ്ടത് ക്ലോറിഡോ. ഇപ്പോൾ ക്ലോറോ നൈട്രിറ്റോ പറ്റില്ല. ഓക്കെ, ക്ലോറോ നൈട്രിറ്റോ IUPAC ഓർഡറിൽ ആൽഫബറ്റിക്കൽ ഓർഡർ അല്ല, ഇത് രണ്ടും. ദെൻ ക്ലോറോ ബിസ് എഥിലീൻ ഡൈ അമൈൻ നൈട്രോ. ഓക്കെ, നൈട്രോ, കൊബാൾട്ട് 3 ക്ലോറൈഡ്. കറക്റ്റ് ആണ്. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ബിസ് എഥിലീൻ ഡൈ അമൈൻ. എഥിലീൻ ഡൈ അമീൻ അല്ല ഫസ്റ്റ് പറയാൻ വരേണ്ടത്. ആദ്യം ക്ലോറിഡോ, പിന്നെ ഈതേൻ 1,2 ഡൈ അമൈൻ, പിന്നെ നൈട്രിറ്റോ, ആൻഡ് ഫൈനലി കൊബാൾട്ട്, ദെൻ ഔട്ട് ക്ലോറൈഡ്. Ready? Then option 3 is the correct answer. Then question 64. Which defect causes decrease in the density of crystal? Density decrease ചെയ്യുന്ന ഡിഫക്റ്റ് ഏതാ? ഷോർട്ട് കീ ആണോ ഫ്രങ്കൽ ആണോ? ഡിക്രീസ് ഡെൻസിറ്റി ആണെങ്കിൽ then correct answer is that is ഡിക്രീസ് ആണ്. ഡിക്രീസ് ആണെങ്കിൽ ഷോർട്ട് കീ. ഫ്രങ്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ലൊക്കേഷൻ മാത്രമാണ്. ഡെൻസിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. Then the correct order of solubility of sulfates of alkaline earth metal in water. നമുക്കറിയാം, നമ്മൾ NCERT പറയുന്നതാണ് സൾഫേറ്റിൻ്റെയും കാർബണേറ്റിൻ്റെയും ഹൈഡ്രോക്സൈഡിൻ്റെയും സൊല്യൂബിലിറ്റി. അതിൽ സൾഫേറ്റും കാർബണേറ്റും ഡൗൺ ദ ഗ്രൂപ്പ് സൊല്യൂബിലിറ്റി ഡിക്രീസ് ആണ്. സൾഫേറ്റും കാർബണേറ്റും ഡൗൺ ദ ഗ്രൂപ്പ് സൊല്യൂബിലിറ്റി ഡിക്രീസ് ആണ്. ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, ബേരിയം കാർബണേറ്റും പ്രസിപ്പിറ്റേറ്റ് ആണ്. പക്ഷേ ഹൈഡ്രോക്സൈഡിൻ്റെ കേസിൽ ഡൗൺ ദ ഗ്രൂപ്പ് സൊല്യൂബിലിറ്റി ഇൻക്രീസസ് ആണ്. സോ അപ്പോൾ ഹിയർ കറക്റ്റ് ആൻസർ ഡയറക്റ്റ് നോക്കാം. ഡൗൺ ദ സൊല്യൂബിലിറ്റിൻ്റെ ഓർഡർ ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്. ബെറിലിയം കാൽഷ്യം ഇറഗുലർ ഓർഡറാണ്. മെഗ്നീഷ്യം ബെറിലിയം ഇറഗുലർ ഓർഡറാണ്. ബെറിലിയം മെഗ്നീഷ്യം കാൽഷ്യം സ്ട്രോൺഷ്യം ബേരിയം. സോ ഇതും ഇറഗുലർ ആണ്. മെഗ്നീഷ്യം കാൽഷ്യം ബേരിയം ബെറിലിയം ഇറഗുലർ. സോ കറക്റ്റ് ഓർഡർ ഈസ് ഓപ്ഷൻ 3 is the correct answer. Down the group solubility decreases both the sulfates and carbonates of alkaline earth metals. Then question 66. Which of the following is essential, neutrally essential amino acid for man?
എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും അറിയാം. എസെൻഷ്യൽ അമിനോ ആസിഡ് ടോട്ടൽ 20 അമിനോ ആസിഡ് ആണ്. ഔട്ട് ഓഫ് 20 അമിനോ ആസിഡ്, ഓക്കെ, ഔട്ട് ഓഫ് 20 അമിനോ ആസിഡ് 10 എസെൻഷ്യൽ അമിനോ ആസിഡും 10 നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും. ഓക്കെ, അലാനിൻ നോൺ എസെൻഷ്യൽ ആണ്, ഗ്ലൈസിൻ നോൺ എസെൻഷ്യൽ ആണ്, ടൈറോസിൻ നോൺ എസെൻഷ്യൽ ആണ്. ഹിയർ ആൻസർ ഈസ് ട്രിപ്റ്റോഫാൻ. ഓപ്ഷൻ 4. Option 4, 66. Option 4 is the correct answer. Tryptophan. Okay. If 10 raised to 21 molecules are removed from 200 milligram of CO2, then number of moles of carbon dioxide left is. Okay. Number of moles of carbon dioxide left ആയതാ ചോദിക്കുന്നത്. ഇനീഷ്യലി എത്രയുള്ളത്? 200 milligram of carbon dioxide. ആ 200 milligram carbon dioxide എത്ര മോൾസ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 200 milligram 200 gram ആക്കാം. 200 into 10⁻³ by 44. ഇതാണ് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ആ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് റിമൂവ് ആയ നമ്പർ എത്ര? 10⁻21 by 6.022 into 10⁻23. ഇതാണ് റിമൂവ്ഡ് ആയിട്ടുള്ള നമ്പർ. ഓക്കെ, ദെൻ അത് മൈനസ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത്, ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. അതാണ് ഇഫ് 10⁻21 മോളിക്യൂൾസ് ആർ റിമൂവ്ഡ്. ആ 10⁻21 മോളിക്യൂൾസ് ഞാൻ എത്ര മോൾസ് ആണെന്ന് നോക്കി. 10 ഗിവൺ നമ്പർ ബൈ അവോഗാഡ്രോ നമ്പർ, ഗിവൺ നമ്പർ ബൈ അവോഗാഡ്രോ നമ്പർ ഈസ് റിമൂവ്ഡ് ഫ്രം 200 milligram കാർബൺ ഡയോക്സൈഡ്. എത്ര മോൾസ് ആണെന്ന് നോക്കി. 200 ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GMM. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 200/44 into 10⁻³ അപ്രോക്സിമേറ്റ്ലി എത്ര വരും? അപ്രോക്സിമേറ്റ്ലി ഒരു 4.5 into 10⁻³ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഞാൻ എഴുതിയത്. 10⁻21 by 10⁻23 ദാറ്റ് ഇസ്, ഇത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 10 into 10⁻20 എന്ന് എഴുതാം. ഇത് 10⁻³ that is around 1.67. അപ്പോൾ ഇത്രയും കാർബൺ ഡയോക്സൈഡ് മോൾസ് ഉണ്ടായിരുന്നു, അതിന് ഇത്ര മോൾസ് റിമൂവ് ചെയ്തു. റിമൈൻസ് എത്ര? ദെൻ ആൻസർ ഈസ് 4.5 ന്ന് 1.67 മൈനസ് ചെയ്തു. 1.67 മൈനസ് ചെയ്തു, ദാറ്റ് ഇൻറ്റു 10⁻³ ദെൻ ആൻസർ ഈസ് 4.5 minus 1.67. Then option 1 is the correct answer. The 28 വരില്ല, 0.288, then 1.66. Then correct answer is option 1. അപ്പം ഞാൻ തന്ന ഈ മോളിക്യൂൾസിനെ മോളാക്കി, ഈ ഗ്രാമിനെ മോളാക്കി. ഓക്കെ, ദെൻ ഗിവൺ മോൾസ് മൈനസ് ദെൻ റിമൂവ്ഡ് മോൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ലെഫ്റ്റ്. ഓക്കെ, given minus removed is equal to number of molecules left or number of moles left. ഇത് മോൾസിലായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഓക്കെ, then question 68. If ions O2 minus F minus Na plus Mg2 plus and Al3 plus are isoelectronic, their ionic radii shows. ഐസോഇലക്ട്രോണിക് സ്പീഷീസിൽ അറ്റോമിക് നമ്പർ കൂടുമ്പോൾ Na+2 Al3+ ആണ്. ഓക്കെ, then okay, first optionലേക്ക് ഞാൻ വന്നു. then their ionic radius shows. then ഐസോഇലക്ട്രോണിക് സ്പീഷീസിൽ അറ്റോമിക് നമ്പർ കൂടുമ്പം സൈസ് എന്ത് ചെയ്യും? സൈസ് കുറയും. ഏറ്റവും ലാർജ് സൈസ് ആർക്കാണ്? ലാർജ് സൈസ് O2 മൈനസിനും സ്മോൾ സൈസ് Al3+നും. ലാർജ് സൈസ് O2 മൈനസിനും സ്മോൾ സൈസ് Al3+നും. റൈറ്റ്, ദെൻ നമുക്ക് ഓപ്ഷൻസിലോട്ട് നോക്കാം. ഓപ്ഷൻ 1 ഡിക്രീസ് ഫ്രം, തെറ്റാണ്. ഡിക്രീസ് ഫ്രം O2 മൈനസ് F മൈനസ്, അത് കറക്റ്റാണ്. ദെൻ ഇൻക്രീസ് ഫ്രം, അത് തെറ്റാണ്. ഓക്കെ, ഡിക്രീസ് ഫ്രം O2 മൈനസ് ഇൻറ്റു F മൈനസ് ദെൻ Na+2 L, കംപ്ലീറ്റ് ഡിക്രീസാണ്. സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഫ്രം, അതും തെറ്റാണ്. സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഫ്രം O2 മൈനസ് ടു L3+, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻക്രീസസ് ഫ്രം O2 മൈനസ് ടു F ദെൻ ഡിക്രീസസ്, അതും റോങ് ആണ്. ദെൻ കറക്റ്റ് ഓപ്ഷൻ 3 is the correct answer. Then question 69. Acidity of diprotic acid in aqueous solution increases in the order.
ഗ്രൂപ്പ് 16 ഹൈഡ്രേറ്റ്സ് ആണ്. ഗ്രൂപ്പ് 16 ഹൈഡ്രേറ്റ്സിൽ നമ്മൾ എങ്ങനെ പറയാറുള്ളത്? അസിഡിറ്റിന്റെ ഓർഡർ. ഇതാണ് ഗ്രൂപ്പ് 16 ഹൈഡ്രേറ്റ്സ്. ദെൻ ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോൾ, ഡൗൺ ദ ഗ്രൂപ്പ് മൂവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി H2O, H2S, H2SC ആൻഡ് H2TE. അതിൽ 3 പേരെ പറ്റി നമ്മൾ സംസാരിച്ചത്. ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പം ഈ ബോണ്ടിന്റെ ലെങ്ത് ഇൻക്രീസസ്. ഡൗൺ ദ ഗ്രൂപ്പ് ഈ സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് കൂടും. ഡൗൺ ദ ഗ്രൂപ്പ് ഈ ഇൻക്രീസ്. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഓഫ് ഈ ഇൻക്രീസ് ആണ്. സോ ഈ EH ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ആണ്. EH ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ആണ്. ഈ EH ബോണ്ട് ലെങ്ത് കൂടുമ്പം സ്ട്രെങ്ത് കുറയും. സോ റിമൂവൽ ഓഫ് H+EC. ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞു. ദെൻ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ്. അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ആണ്. അപ്പം ഏറ്റവും സ്ട്രോങ് ആസിഡ് താഴെയുള്ള ആളാണ് H2TE ആണ്. ഏറ്റവും വീക്ക് ആസിഡ് H2O ആണ്. ഈ 4 ആസിഡിൽ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം ഏത് ഓർഡർ? H2S, H2SC, H2TE is the correct answer. Option 1 is the correct answer. റിമൈനിങ് ഇറഗുലർ ഓർഡർ ആണ്, കറക്റ്റ് അല്ല. അപ്പോൾ കൺസെപ്റ്റ് ഇതാണ് അതിൻ്റെ കറക്റ്റ് റീസൺ. Then 70th question, how many PO bonds are present in HPO3 thrice? ഇതാണ് HPO3. ഇതിൻ്റെ പേരെന്താ? H3PO4 ആണ്. ഈ H3PO4ൻ്റെ പേര് ഓർത്തോഫോസ്ഫോറിക് ആസിഡ്. ഈ ഓർത്തോഫോസ്ഫോറിക് ആസിഡിൽ നിങ്ങൾ ഒരു വാട്ടറിനെ കളഞ്ഞു. ഓർത്തോഫോസ്ഫോറിക് ആസിഡിൽ നിന്ന് ഒരു വാട്ടറിനെ കളഞ്ഞാൽ എന്താ കിട്ടുക? ഓർത്തോ എന്നൊരു വാട്ടറിനെ കളഞ്ഞാൽ പിന്നെ വരുന്നത് HPO3. ഓക്കെ, HPO3 n ടൈംസ്, അത് സൈക്ലിക് ആണ്, 3 ടൈംസ്. ദിസ് കാൾഡ് മെറ്റ. ഓർത്തോ എന്നൊരു വാട്ടറിനെ കളഞ്ഞാൽ മെറ്റാഫോസ്ഫോറിക് ആസിഡ് ആണ്. ഇനി 2 ഓർത്തോ എടുത്തിട്ടൊരു വാട്ടറിനെ കളഞ്ഞാലോ? 2 ഓർത്തോ എടുത്തൊരു വാട്ടറിനെ കളഞ്ഞാൽ പൈറോഫോസ്ഫോറിക് ആസിഡ്. അത് H4P2O7 ആണ്. H3PO4 പ്ലസ് H3PO4. ദെൻ ഒരു വാട്ടറിനെ കളഞ്ഞാൽ H4P2O7. അത് പൈറോ. ഓർത്തോ 2 ഓർത്തോ, ദെൻ ഒരു വാട്ടർ റിമൂവ് ചെയ്താൽ പൈറോ. ഓർത്തോന്ന് ജസ്റ്റ് ഒരു വാട്ടറിനെ കളഞ്ഞാൽ മെറ്റ. ബോറിക് ആസിഡൊക്കെ അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? ഓർത്തോ ബോറിക് ആസിഡ് H3BO3, ഒരു വാട്ടർ കളഞ്ഞാൽ HBO2, മെറ്റാബോറിക് ആസിഡ്. അപ്പോൾ ഇതാണ് HPO3. ദെൻ അതിൻ്റെ സ്ട്രക്ചർ അറിയാൽ HPO3ൻ്റെ. എന്താ ചോദിച്ചത്? എത്ര PO ബോണ്ട് ഉണ്ട് എന്നാ? HPO3ൽ POP, POP, POP. HPO3 thrice ആണ്. റൈറ്റ്. ഓക്കെ, HPO3ൽ P ഡബിൾ ബോണ്ട് O, ദെൻ P ഡബിൾ ബോണ്ട് O, ദെൻ P ഡബിൾ ബോണ്ട് O. ഇതെങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. റെഡി? ഇനി നമുക്ക് എന്ത് കൊടുക്കാം? HPO3ൽ ഓരോ OH ബോണ്ട്, ഇപ്പോൾ 4 ബോണ്ടല്ല ഇത്, then കണക്ട് ചെയ്തിട്ട് ഓരോ OH ബോണ്ട് നമ്മൾ കൊടുക്കും. റെഡി? സൈക്ലിക് ആണ്. ദെൻ 1, 2, 3, 4, 5 ഫോസ്ഫറസിൻ്റെ 5 ബോണ്ടും ഒക്കെയാണ്. ടോട്ടലി HPO3 ത്രൈസ് ആണ്. P1, P2, P3. ഓക്കെ, ദിസ് ഇസ് HPO3 ത്രൈസ് ആയിട്ട് എഴുതുന്നത് ഈ മോളിക്യൂൾസിനാണ്. അപ്പോൾ ടോട്ടൽ ബോണ്ട്സിൻ്റെ എണ്ണം 3. ടോട്ടൽ P ഡബിൾ ബോണ്ട് ഈക്വൽ ടു 3. ദെൻ ക്വസ്റ്റ്യൻ 71. Which of the following statement is correct? Which of the following statement is correct ആണ്? ഓക്കെ, നോക്കാം. Noble gases have almost zero ionization energy value. Noble gases have almost zero ionization energy value. തെറ്റല്ലേ? Ionization enthalpy of noble gases are very high. Ionization enthalpy of noble gases very high ആണ്. Almost zero or positive വരുന്നത് എന്തിനാ? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, O2 മൈനസ് ഹാസ് സ്മോളർ സൈസ് ദാൻ Mg2+. O2 മൈനസും Mg2+ഉം ഐസോ ഇലക്ട്രോണിക് ആണ്. ഐസോ ഇലക്ട്രോണിക്കിൽ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്താൽ, ഐസോ ഇലക്ട്രോണിക്കിൽ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്താൽ സൈസ് കുറയും. ഓക്കെ,
അപ്പോൾ ആരാ ചെറുതാരാ? അറ്റോമിക് നമ്പർ മാക്സിമം Mg2+നാണ്. അപ്പോൾ O2 മൈനസ് ആണ് ലാർജ്, Mg2+ സ്മോൾ ആണ്. അപ്പോൾ അതും റോങ് ആണ്. 1ഉം 2ഉം റോങ് ആണ്. ദെൻ 3, ദ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ദ ഫോളോയിങ് ട്രെൻഡ് നമ്മൾ പഠിച്ചില്ലേ? ഗ്രൂപ്പ് 16ന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, നോർമലി ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ് ആണ്. ബട്ട് 16ലും 17ലും ഇറഗുലാരിറ്റീസ് ഉണ്ട്. നമ്മൾ നോർമലി പറയാറുള്ളത് ഏറ്റവും കൂടുതൽ ക്ലോറിന്, പിന്നെ ഫ്ലൂറിൻ, ദെൻ ബ്രോമിൻ, അയഡിൻ. റെഡി അല്ല ഓർഡർ? ഡ്യൂ ടു സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ. ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. The last statement, the element having atomic number 106 belongs to F block. തെറ്റല്ലേ? F block എവിടുന്ന് എവിടം വരെയാണ്? 90 to 103. 90 to 103 ആണ് 7th പീരീഡിൽ F block elements. 6th പീരീഡ് ആണെങ്കിൽ 58 to 71 ആണ്. ഓക്കെ, 104 റുദർഫോർഡ് ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് D block element തന്നെ. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷൻ 3. Then 72, the rate of first order reaction തന്നു is 1.5 into 10 raised to minus 2 at 0.5 concentration. Half life T half is equal to 0.693 by K. Here rate equal to K into concentration of reactant first order ആണ്. അപ്പോൾ 1. അപ്പോൾ K equal to rate by concentration of reactant. അപ്പോൾ here 0.693 by rate by concentration. Rate എത്ര? Rate 1.5 into 10 raised to minus 2. 1.5 into 10 raised to minus 2. Concentration എത്ര? 0.5. 1.5 by 0.53. This is 3 into 10 raised to 2. അപ്പോൾ 69 by 3. 69 by 3 is approximately 23. Option 1 is the correct answer. Ready അല്ലേ? Option 1 is the correct answer. 69.3 by 3, that is 23.1. Ready? The next, which of the following statement about the zeolite is false? They have open structure which enable them to take up small molecules. Correct. Zeolites are aluminosilicate having 3D network structure. Correct. Some of SiO4 units are replaced by AlO5 and Al onyx ion in zeolite. They are used as cation exchanger. ശരിയല്ലേ? നമ്മൾ ഹാർഡ്നെസ് ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സിയോലൈറ്റ്സ്. പക്ഷേ ഇവരെങ്ങനെ ഫോം ചെയ്യുന്നത്? സിയോലൈറ്റ്സ് ആർ ഫോംഡ് ബൈ എങ്ങനെ? നമ്മൾ സിലിക്കാടെ 3D സ്ട്രക്ചർ ഉണ്ട്. സം ഓഫ് ദി സിലിക്കൺ ആറ്റംസ് ആർ റീപ്ലേസ്ഡ് ബൈ Al3+. സം ഓഫ് ദി സിലിക്കൺ ആറ്റംസ് ആർ റീപ്ലേസ്ഡ് ബൈ Al3+ ആണ്. ഇവിടെ SiO4 യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞത്. സോ ബാക്കി റിമൈനിങ് 3 സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഫാൾസാണ് ചോദിച്ചത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. 1, 2 and 4 ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ സിയോലൈറ്റ് ഫോം ചെയ്യാന്ന് ചോദിച്ചാൽ സം ഓഫ് ദ സിലിക്കൺ ആറ്റംസ് ആർ റീപ്ലേസ്ഡ് ബൈ Al3+. Match the following. Oxyhemoglobin. Oxyhemoglobin means oxyhemoglobin oxygen carrier ആണ്. Aspirin analgesics ആണ്. Hemoglobin Fe2+ ion ആണ്. Chlorophyll photosynthesis ആണ്. So here correct answer is A5. 1, 5. 1, 5. Okay. 1, 4, 1, 3, 2 ഉള്ള ഓപ്ഷൻസ് ഇല്ല. റൈറ്റ്. നമുക്ക് ഓക്സി ഹീമോഗ്ലോബിൻ Fe2+ ഹീമോഗ്ലോബിനിലും ഓക്സി ഹീമോഗ്ലോബിനിലും Fe2+ ഉണ്ട്. അപ്പോൾ നമുക്ക് 1, 5 കൊടുക്കാം. ഓക്കെ, 1, 5. റൈറ്റ്. ഇങ്ങനെ ഓപ്ഷൻസ് വരുന്നല്ലേ. 1, 5. ദെൻ ആസ്പിരിൻ അനാൽജസിക്സ്. റൈറ്റ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ കാരിയർ ആയിട്ട് ഇങ്ങനെ എടുത്തു. ഓക്കെ, ഓക്സിജൻ കാരിയർ. ദെൻ ഡി ക്ലോറോഫിൽ ഈസ് ഫോട്ടോസിന്തസിസ്. ഓപ്ഷൻ 1. അപ്പോൾ ഇവരെടുത്തത് വേറെ ഓപ്ഷൻസ് കറക്റ്റ് അല്ല. ഓക്സി ഹീമോഗ്ലോബിന് Fe2+ ആയിട്ടും
ഹീമോഗ്ലോബിൻ ഓക്സിജൻ കാരിയർ ആയിട്ട് എടുത്തു. ഓക്കെ, ഇൻ ദി കോംപ്ലക്സ് ഹെക്സാ അക്വാ ഫെറൈറ്റ് 3+ ആണ്. ദെൻ ഹെക്സാ സയനിഡോ ഇത് ഹെക്സാ അക്വാ അയൺ ആണ്, അയൺ 3 ആണ്, ഇവിടെ ഫെറൈറ്റ് ആണ്. ദെൻ ട്രൈ ഓക്സലേറ്റോ ആണ്. ദെൻ ക്ലോറിഡോ ആണ്. മോർ സ്റ്റെബിലിറ്റി, നമ്മൾ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ചിലേഷനാണ്. ബൈഡൻഡേറ്റ് ലിഗാൻഡോ പോളിഡൻഡേറ്റ് ലിഗാൻഡോ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ നോക്കേണ്ടത് മെറ്റൽ, പിന്നെ ചാർജ്, നമുക്കറിയാമല്ലോ കേസസ്. ഇപ്പോൾ നോക്ക്, ഇവിടെ ഓക്സലൈറ്റ് ഉണ്ട്. ഓക്സലൈറ്റ് ബൈഡൻഡേറ്റ് ആണ്. ഓക്സലൈറ്റ് ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. സോ ബൈഡൻഡേറ്റ് ലിഗാൻഡ് ഈസ് മോർ സ്റ്റേബിൾ ഡ്യൂ ടു ചിലേഷൻ. Then 76. The correct statement about the compound A, B, C. ഇതാണ് A. COOCH3. Here COOH, OH, OH, H, H. Then B. ബീനെ വരെ നേരെ തിരിച്ചു. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നേരെ എഴുതാം, നേരെ തിരിച്ചിട്ട് എഴുതാം, നേരെ തിരിക്കാം. റൈറ്റ്, അപ്പം എന്ത് കിട്ടി? COOCH3 COOH. റൈറ്റ്, OH ഈ സൈഡിലോട്ട് വന്നു. OH OH H H. അപ്പോൾ ഇത് എ, ഞാൻ എല്ലാം ഒരേ ഫോമിൽ ആദ്യം എഴുതാം. ഇത് എ, ദെൻ ബി, ദെൻ സി ഞാൻ തിരിച്ചെഴുതി. COOCH3 COOH, then OH H OH H. First option A and B are identical. നോക്കാം, എയും ബിയും ഐഡന്റിക്കൽ ആണോ നോക്കൂ. ഐഡന്റിക്കൽ അല്ല. A and B are diastereomers. What is diastereomers? Isomers which do not have mirror image relation. മിറർ ഇമേജ് റിലേഷൻ ഇല്ലാത്തവരെയാണ് നമ്മൾ ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് വിളിക്കുക. ഇവർ തമ്മിൽ മിറർ ഇമേജ് റിലേഷനാണ്. റെഡി? എ ആൻഡ് സി ആർ എനാൻഷോമേഴ്സ്. എനാൻഷോമേഴ്സ് മീൻസ് അറിയാലോ, എയും സിയും എനാൻഷോമർ അല്ല. എ ആൻഡ് ബി ആർ എനാൻഷോമേഴ്സ്. റെഡി അല്ലേ? മിറർ ഇമേജ് റിലേഷനാണ്. സോ കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ 4. എ ആൻഡ് ബി ആർ enantiomers. Okay. Then 77, isopropyl alcohol is oxidized with potassium dichromate. Isopropyl alcohol. This is isopropyl alcohol is oxidized with potassium dichromate. This secondary ആണ്. Secondary alcohol oxidize ചെയ്താൽ ketone. Secondary alcohol oxidize ചെയ്താൽ ketone to get ketone. Okay. അപ്പോൾ ഏത് ഓപ്ഷൻ? CH3 CO CH3 option 2 is the correct answer. Okay, 77 option 2. Primary ആണെങ്കിൽ carboxylic acid, aldehyde followed by carboxylic acid. Secondary ആണെങ്കിൽ ketone. ഇനി കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് വേണം. റൈറ്റ്. Then 78, rate of reaction RCOZ ആണ്. ന്യൂക്ലിയോഫൈൽ ആണ്. ന്യൂക്ലിയോഫൈൽ ഇവിടെ എൻ്റർ ചെയ്യുന്നു, Z ലീവ് ചെയ്ത് പോകുന്നു. ഫാസ്റ്റസ്റ്റ് വെൻ Z ഈസ്. ഫാസ്റ്റസ്റ്റ് ലിവിങ് ഗ്രൂപ്പ് ഏതാണ് എന്നാണ്. ഏറ്റവും ബെസ്റ്റ് ലിവിങ് ഗ്രൂപ്പ് ഏതാണ്? ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ലിവിങ് ഗ്രൂപ്പ് ഏതാണ്? വീക്ക് ബേസ് ആണോ അതോ സ്ട്രോങ് ബേസ് ആണോ? വീക്ക് ബേസ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ലിവിങ് ഗ്രൂപ്പ്. നമുക്ക് നോക്കാം, ഇത് വീക്ക് ബേസ്. ഇതിൻ്റെ ആസിഡ് ഏതാ? HCl. ഇതിൻ്റെ ആസിഡ് C2H5OH എത്തനോൾ. ഇതിൻ്റെ ആസിഡ് NH3. ഇതിൻ്റെ ആസിഡ് CH3COOH. ഈ ബേസസിനൊക്കെ ഞാൻ ആസിഡിലേക്ക് H+ ആഡ് ചെയ്തു ആസിഡാക്കി മാറ്റി. ഔട്ട് ഓഫ് ദിസ് ആസിഡ് വിച്ച് ഈസ് സ്ട്രോങ് ആസിഡ്? സിമ്പിൾ, HCl. ഈ 4 ആസിഡിൽ സ്ട്രോങ് ആസിഡ് HCl ആണ്. സ്ട്രോങ് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ആണ് വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡിൻ്റെ കോൺജുഗേറ്റ് വീക്ക് ബേസ്ഡ്. വീക്ക് ബേസ് ആണ് ബെറ്റർ ലിവിങ് ഗ്രൂപ്പ്. സോ Cl- ഈസ് കറക്റ്റ് ആൻസർ. ദെൻ 78 ഓപ്ഷൻ 1 Cl-. Ready? The reaction between heavy water, okay, CH3 CH3 CH MgBr.
ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് D2O ആണ്. ഓക്കെ, D2O ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? Mg പ്ലസ് ആണ്. സോ OD മൈനസും D പ്ലസും, OD മൈനസും D പ്ലസും. സോ കറക്റ്റ് ആൻസർ ഈസ് CH3, CHD and CH3. CH3, CHD and CH3. Okay, then option 3 is the correct answer. Right? ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വേറെ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഫാസ്റ്റസ്റ്റ് ഏതാണെന്ന് നോക്കാൻ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്ലോറിൻ ആണ്, ഇത് ഇവിടെ ബോണ്ട് ചെയ്ത് ഇത് ഓക്സിജൻ ആണ്, ദെൻ നൈട്രജൻ ആണ്, ഓക്സിജൻ ആണ്. ഇവിടെ ബോണ്ട് ചെയ്തത് ക്ലോറിൻ ആണ്. ആ ഫോമിൽ നോക്കുകയാണെങ്കിലും ക്ലോറിൻ ഉണ്ടാക്കുന്ന ബോണ്ട് 3p ആണ്. ഇത് കാർബൺ ആണ്, 2p 3p ആണ്. റിമെയിൻസ് അതർ ബോണ്ട്സ് ഒക്കെ 2p 2p ബോണ്ടാണ്. ആ ഫോമിലും നിങ്ങൾക്ക് ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് നോക്കാം. റൈറ്റ്. Then question 80. When pure sulfuric acid is electrolyzed, the product obtained at anode H2SO4, HSO4 മൈനസും H പ്ലസും. Then this HSO4 മൂവ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? They changes to H2S2O8. HSO4 മൈനസ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നു. They changes to H2S2O8. Option 1 is the correct answer. Option 1 is correct answer. Ready? Then question 81. The main reason for large number of oxidation state exhibited by actinoid than the corresponding lanthanoid. Then അതിന് കുറേ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺസ് എന്താണെന്ന് ചോദിച്ചാൽ NCERT 2 റീസൺസാണ് പറയുന്നത്. ഒന്നാമത്തെ റീസൺസ് ഈ F ഓർബിറ്റൽസ് എങ്ങനെയാണ്? F orbitals are projected more periphery of an atom than S, P and D. Then അതായത് പെനട്രേഷൻ പവർ കുറവാണ് അവർക്ക്. ഓക്കെ, പെനട്രേഷൻ പവർ കുറവാണ്. ദാറ്റ് മീൻസ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് മോർ പെരിഫറി ഓഫ് ആൻ ആറ്റം ദാൻ കറസ്പോണ്ടിങ് SPD. ഒരു റീസൺ ആയിട്ട് പറയാം. സെക്കൻഡ് റീസൺസ് നമുക്ക് ഇവരെ എനർജി വരയ്ക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഷെൽ, ദെൻ സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ, ഫോർത്ത് ഷെൽ, ഫിഫ്ത്ത് ഷെൽ, സിക്സ്ത് ഷെൽ, ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? എനർജി ഡിഫറൻസ്, ഇത് എനർജിയാണ്. മുകളിലോട്ട് പോകുമ്പോൾ ഈ ഷെല്ലുകൾക്കിടയിലുള്ള എനർജി ഡിഫറൻസ് കുറയും. എനർജി ഡിഫറൻസ് കുറയുമ്പം ദെൻ അവർ തമ്മിൽ എനർജി ഡിഫറൻസ്, നമ്മൾ ഡി ബ്ലോക്കിൽ തന്നെ പറയാറുണ്ട് 3s 3d 4s നേരിയ എനർജി ഡിഫറൻസ് ആയതുകൊണ്ട് ദേശീയ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഈ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എന്താകും? ദെൻ 7s വരുന്നത് 1 2 3 4 5 6 7. ദെൻ ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ്, സ്മോൾ എനർജി ഗ്യാപ്സ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ദേ ഹാവ് ലാർജ്, ദേ ഷോ ലാർജ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതിന് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ മോർ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 5f ആൻഡ് 6f ഓർബിറ്റൽ ദാൻ 4f ആൻഡ് 5d. തെറ്റല്ലേ? ഇത് 1, ഇത് 2, 3, 4, 5, 6, 7. 4ഉം 5ഉം ഉള്ളതിനേക്കാളും മോർ ഡിഫറൻസ് ഇല്ല. മുകളിലോട്ട് പോകുമ്പോൾ എനർജി ഡിഫറൻസ് കുറഞ്ഞ് വരുന്നത്. ലെസർ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 5f ആൻഡ് 6d ദാൻ 4f ആൻഡ് 5d ഈസ് ദ കറക്റ്റ് ആൻസർ. ലാർജ് അറ്റോമിക് സൈസ് തെറ്റാണ്. ഗ്രേറ്റർ റിയാക്റ്റീവ് നേച്ചർ അതൊക്കെ സത്യമായിരിക്കാം, പക്ഷേ ഇതിന് റീസൺ അല്ല. ഇതിൻ്റെ റീസൺസ് ഈ എനർജി ഡിഫറൻസ് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. Then question 82. Cellulose, a most important constituent of plant cell wall, is made up of. Cellulose നമുക്കറിയാം. Cellulose is made up of, ഒന്നാമത്തത് branched chain of glucose molecules linked by alpha 1 to 6 glycosidic bond at the site of branching. Okay. സെല്ലുലോസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ? ബീറ്റ ഗ്ലൂക്കോസ് ആണ് സെല്ലുലോസ് സ്ട്രക്ചർ നമുക്കറിയാം. 1,4 ലിങ്കേജ് ആണ് ഇങ്ങനെ വരുന്നത്, താഴോട്ട് പോകണം. ഇത് 4 ആണ്, ഇത് 1 ആണ്, ഇത് 4 ആണ്, ഇത് 1 ആണ്. 1,4 ലിങ്കേജ് ആണ്. ദെൻ മോണോമർ ബീറ്റ ഗ്ലൂക്കോസ് ആണ്. ആൽഫ അല്ല, ബീറ്റ ഗ്ലൂക്കോസ് ആണ്. 1,6 ആൽഫ തെറ്റാണ്.
1,4 ആൽഫ തെറ്റാണ്. അതൊക്കെ സ്റ്റാർച്ചിലാണ്. സ്റ്റാർച്ചിൽ ലീനിയർ, അത് അമൈലോസും അമൈലോ പെക്റ്റിനും ഉണ്ട്. അമൈലോസ് ആണെങ്കിൽ ലീനിയർ 1,4 ആൽഫ, അമൈലോ പെക്റ്റിൻ ആണെങ്കിൽ 1,4 ആൽഫ ലീനിയറും 1,6 ആൽഫ ബ്രാഞ്ചിഡും. ബട്ട് ഹിയർ അപ്പോൾ ഈ ആൽഫ അല്ല, അപ്പോൾ ബീറ്റ വന്നു. ബ്രാഞ്ചിഡ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ലിങ്ക്ഡ് ബീറ്റ 1,4 ആൻഡ് ആൽഫ 1,6. തെറ്റല്ലേ? ഇത് കറക്റ്റ് ആയിരുന്നു, പക്ഷേ 1,6-ലില്ല, ബ്രാഞ്ചിങ് ഇല്ല. അൺബ്രാഞ്ച്ഡ് ആണ്, ബ്രാഞ്ച്ഡേ അല്ല കേട്ടോ, അൺബ്രാഞ്ച്ഡ് ആണ്. ഇങ്ങനെ വരുന്നത് താഴോട്ട്, ഇനിയും താഴോട്ട് ഇങ്ങനെ പോകുന്നു. ഇതാണ് സ്ട്രക്ചർ. അൺബ്രാഞ്ച്ഡ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ലിങ്ക്ഡ് ബൈ ബീറ്റ 1,4 ലിങ്കേജ്. റൈറ്റ്. Which of the following is condensation polymers? കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, റബ്ബർ അഡീഷനാണ്, PVC അഡീഷനാണ്, പോളിയെത്തിലീൻ അഡീഷനാണ്. ഇതേതാ മോളിക്യൂള്? NHCOCH2 NHCOCH2. ഇതേതാ മോളിക്യൂൾ? ദിസ് ഇസ് നൈലോൺ ആണ്. ഇത് നൈലോൺ അമൈഡ് ലിങ്കേജ് ആണ്. ഓക്കെ, ദെൻ കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. ഓക്കെ, നൈലോൺ 6. ഓക്കെ, നൈലോൺ 6 ഇത് ഏത് പോളിമർ? നൈലോൺ ആയിട്ട് തന്നെ ഈ പോളിമേഴ്സ് വരുന്നത് പോളി അമൈഡാണ്. പോളി അമൈഡും പോളിയെസ്റ്ററും ഒക്കെയാണ് കോമൺലി കണ്ടൻസേഷൻ പോളിമേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, 84. 1 gram non electrolytic solute, molar mass തന്നിട്ടുണ്ട് 250 ആണ്, dissolve in 51.2 gram benzene. If the freezing point depression constant Kf of benzene 5.12 ആണ്, the freezing point of benzene will be lowered by. ഇതാണ് questions. So delta TF is equal to Kf into W2 into 1000 by M2 into W1. KF തന്നിട്ടുണ്ട്. KF എത്ര? 5.12. 5.12 into W2 1 gram into 1000 divided by M2 250, molar mass 250, that into W1 is 51.2. 51.2 റെഡി അല്ലേ? അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഈ 0 ക്യാൻസൽ ചെയ്തതിന് 51.2 എന്ന് എഴുതി. ക്യാൻസൽഡ്, 0 ക്യാൻസൽഡ്. ദെൻ ആൻസർ ഈസ് 10/25. 10/25 is equal to 0.4 Kelvin. So option is option 4. ഓക്കെ, കറക്റ്റാണ്. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. Then question 85. Cesium bromide crystallizes in BCC lattice. എഡ്ജ് ലെങ്ത് തന്നു, ഇതാണ് എഡ്ജ് ലെങ്ത്. അപ്പോൾ A equal to 436.6 picometer. Atomic mass of cesium, രണ്ടിൻ്റെയും അറ്റോമിക് മാസ് തന്നു. അപ്പോൾ M equal to 133 plus 80. 133 plus 80 is equal to 213. അവഗാഡ്രോ നമ്പർ തന്നു. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? Zm/a³ into Na. Zm/a³ into Na. പക്ഷേ ഞാൻ Zm/a³ into Na-യിൽ Z എത്രയായിട്ട് എടുക്കണം? BCC ആണ്. BCCയിൽ Z എത്ര? 2 ആണ്. പക്ഷെ ഞാൻ ഇവിടെ എത്ര എടുക്കുന്നു? ഇവിടെ ഞാൻ Z 2 ആയിട്ട് എടുക്കുന്നില്ല. റീസൺ എന്താ? ഈ BCCയിൽ വരുന്ന മോളിക്യൂൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ BCCൻ്റെ ഉള്ളിൽ ടോട്ടൽ എത്ര പേരുണ്ടാവുക? 2 പേര്. അതിൽ ബോഡി സെൻറ്ററിൽ സീഷ്യം, ബ്രോമിൻ 8 കോർണേഴ്സിൽ ഇവിടെ കിടക്കുന്നത് ബ്രോമിൻ. അപ്പോൾ ഇതിനുള്ള എത്ര പേരായി ടോട്ടൽ? 2 പേര്. എത്ര ബ്രോമിൻ? ഒരു സീഷ്യവും ഒരു ബ്രോമിനും. ആ മോളാർ മാസ് ഞാൻ എടുത്തു. ഒരു സീഷ്യത്തിൻ്റെ മാസ്സാണ് 133, ഒരു ബ്രോമിൻ്റെ മാസ്സാണ് 80. ഇനി ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? 2 സീഷ്യം ബ്രോമൈഡായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 4 ആറ്റായി.
അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം, കോമ്പൗണ്ട് ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇതിന് പകരം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കോപ്പർ അല്ലെങ്കിൽ അയൺ ക്രിസ്റ്റലൈസസ് ഇൻ BCC. അങ്ങനെ വന്നാൽ എന്താ മീനിങ്? ഈ ബോഡി സെൻറ്ററിലും അയൺ, കോർണറിലും അയൺ ആണ്. അപ്പോൾ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു മെറ്റൽ ക്രിസ്റ്റലൈസസ് ഇൻ BCC എന്ന് പറയുകയാണെങ്കിൽ ആ കോർണേഴ്സിലും ആ മെറ്റലാണ്, ബോഡി സെൻറ്ററിലും ആ മെറ്റലാണ്. ആ കേസിൽ നിങ്ങൾ Z2 ആയിട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രോബ്ലം ചെയ്യണം. അതുപോലെ സീഷ്യം ബ്രോമൈഡ്, താലിയം അയഡൈഡ്, സീഷ്യം ക്ലോറൈഡ്, സീഷ്യം അയഡൈഡ്, ഇങ്ങനെ 2 അയോണുകൾ ഉള്ള ഈ അയോണിക് കോമ്പൗണ്ട് ആണ് തന്നതെങ്കിൽ, അയണിക് കോമ്പൗണ്ട് ക്രിസ്റ്റലൈസസ് ഇൻ BCC ആണെങ്കിൽ Z2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ എഴുതിയാൽ കിട്ടി Z. നമുക്കറിയാം മോളാർ മാസ് എടുത്തു, മോളാർ മാസ് 213 into 10⁻⁷. ഓക്കെ, ഡിവൈഡഡ് ബൈ 6 into a cube in picometer 436 cube. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ then ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 4.26 into 4.26, അറൗണ്ട് 4.25 വരും, അറൗണ്ട് 4.25. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി സെക്ഷൻ ബി. ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ആയി. ഇനി 85 to 100 ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ്. ഔട്ട് ഓഫ് 15 ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാണ്ടാവാം. ഫസ്റ്റ് 35 കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് സെഷനിലോട്ട് പോകാം, സെക്ഷൻ ബി. ഓക്കെ, ഐഡന്റിഫൈ ബി ഇൻ ദി റിയാക്ഷൻസ് എന്നാണ്. ഓക്കെ, ഡൈകീറ്റോണിലോട്ട് CH3MgBr ആഡ് ചെയ്യുന്നു, ദെൻ എ ഫോം ചെയ്തു. എന്നെ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്നെ എന്താക്കി മാറ്റി, എന്നെ ഹൈഡ്രോലൈസിസ് ചെയ്തു. പക്ഷെ ഇവിടെ റെസൊണൻസ് ഉണ്ട്. ഇവിടുത്തെ റെസൊണൻസ് എങ്ങനെ? നോർമൽ നമുക്കൊരു കാർബോണിൽ ഗ്രൂപ്പ് തന്നാൽ നമ്മൾ O- ദെൻ പാർഷ്യൽ പോസിറ്റീവും RMgXൽ ഈ R- MgX ഈ R ഇവിടെ എടുക്കുന്നു, ദെൻ ആൽക്കഹോൾ ആയിട്ട് മാറുന്നു നോർമൽ കാർബോണിൽ ഗ്രൂപ്പിൽ. പക്ഷെ ഇവിടെ റെസൊണൻസ് ഉണ്ട്. ഇതെങ്ങോട്ടാ? ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ദെൻ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ഇവിടെ എന്ത് വന്നു? CH2 പ്ലസ്, ദെൻ CH ഡബിൾ ബോണ്ട് CO -H. ഇതിലോട്ടാണ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? CH3MgBr. ഈ Mg പ്ലസും CH3 എവിടെ അറ്റാക്ക് ചെയ്യും? ദെൻ ആ CH3 വന്നിട്ട് ഇരിക്കുന്നത് ഹിയർ, റൈറ്റ്. MgBr എവിടെ പോയിട്ട് കയറും? MgBr O-ല്. റെഡി? നമുക്ക് എന്ത് കിട്ടി? കോമ്പൗണ്ട് Me അല്ലെ CH3. അപ്പൊ CH3 CH2 CH3 CH2 CH ഡബിൾ ബോണ്ട് C, then followed by hydrolysis OMgBr, then H, followed by hydrolysis നടത്തി. ഹൈഡ്രോലൈസിസ് നടത്തും പറയാലോ. നമ്മൾ തൊട്ട് മുന്നേ D2 ആഡ് ചെയ്തു, ഇങ്ങോട്ട് H പ്ലസും ഇങ്ങോട്ട് OH മൈനസും നമുക്ക് കോമ്പൗണ്ട് കിട്ടി. ഏത് കോമ്പൗണ്ടാണ്? Me, then right, then OH, H. ഇതാണ് കോമ്പൗണ്ട്. സോ നെക്സ്റ്റ് ടൈം ഇവിടെ എന്ത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്? ഇതാ ഈ കിട്ടിയ കോമ്പൗണ്ടിൽ CH3 CH2 സ്പേസ് ഇല്ല, ആ CH2 CH ഡബിൾ ബോണ്ട് COH H. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടോട്ടോമറിസം പറയാറുണ്ട്, ഈനോൾ കീറ്റോ ടോട്ടോമറിസം പറയാറുണ്ട്. അതിന് കാരണം നമ്മൾ നോർമൽ ടോട്ടോമറിസം റീസൺ പറയാറുള്ളത് എന്താ? CC പൈ ബോണ്ടിനേക്കാളും സ്റ്റേബിളാണ് ഏത് പൈ ബോണ്ട്? CO പൈ ബോണ്ട്. CC പൈ ബോണ്ടിനേക്കാളും സ്റ്റേബിളാണ് CO പൈ ബോണ്ട്. സോ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും? ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ദെൻ ഈ H ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. ദെൻ ഫൈനൽ പ്രോഡക്റ്റ് ഈസ്
CH3, CH2, CH2, COH. That is CH3, CH2, CH2, COH. ഇത് ആൽക്കഹോളാണ്, ഇത് ആൽക്കഹോളാണ്. Then correct answer is option 1. 86 correct answer, option 1. Okay. Then 87. There exists an equilibrium between polyatomic selenium molecule 3Sc2 Sc. രണ്ടും ഗ്യാസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? KP ചോദിച്ചത്. KP എങ്ങനെ എഴുതാം? At a particular temperature, partial pressure of both Sc2 and Sc6 were found to be 1.2 atm. Kp for the reaction. Kp is equal to partial pressure of Sc6 divided by partial pressure of Sc2 whole cube. Both Sc2 and Sc6 were found to be 1.2 atm ആണ് pressure. So നമുക്ക് എന്താ ആൻസർ വന്നു? 3Sc2 ആണ്. Then answer is 1.2 pressure of Sc6 divided by 1.2 square into 1.2 ക്യൂബിന് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി. 1.2 cancel. 1 by 1.2 square, that is 1 by 4.4 atm raised to minus 2 കാരണം delta Ng minus 2 ആണ്. അപ്പോൾ atm raised to minus 2. Option 4 is the correct answer. Direct problem ആണ്. Then 88, among the following mixture, dipole has major interaction. Dipole major interaction വരണമെങ്കിൽ ഒരു മോളിക്യൂൾ polar covalent molecule ആവണം, അടുത്ത ആളും polar covalent molecule ആവണം. ബെൻസീൻ നോൺ പോളാർ ആണ്, പറ്റില്ല. ഇത് നോൺ പോളാറും പോളാറും ആണ്, അപ്പോൾ ഡൈപോൾ അല്ല. അസറ്റോനൈട്രൈൽ സയനൈഡ് കോമ്പൗണ്ട് ആണ്. അസറ്റോൺ ബോത്ത് ആർ പോളാർ. KCl അയോണിക് വാട്ടറും ആണ്, അത് അയൺ ഡൈപോൾ ആണ്. അയോൺ വാട്ടർ ആണെങ്കിൽ അയോണിക് കോമ്പൗണ്ടും വാട്ടറും ആണെങ്കിൽ അയൺ ഡൈപോൾ ആണ്. ഹിയർ ബെൻസീൻ നോൺ പോളാർ ആണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. പോളാർ ഡൈപോൾ. Then question 89, the product of oxidation state of I minus with MnO4 minus in alkaline medium. നമുക്കറിയാം ഈ I മൈനസ് വിത്ത് ഡൈക്രോമേറ്റ് ആണെങ്കിൽ I2 ആണ് ആസിഡ് മീഡിയത്തിൽ. I മൈനസ് വിത്ത് KMnO4 അസിഡിക് മീഡിയത്തിലാണെങ്കിലും I2 ആണ്. പക്ഷെ ആൽക്കലൈൻ മീഡിയത്തിൽ I2 പോലുള്ള ഈ നോൺ മെറ്റൽസ് ആൽക്കലൈൻ മീഡിയത്തിൽ സ്റ്റേബിൾ അല്ല. ദേ എക്സിസ്റ്റ് ആസ് ഓക്സോ ആനയോൺ ആയിട്ടാണ്. നോർമലി I മൈനസ് ശരിക്കും I2 ആകുന്നു, I2 IO3 മൈനസ് ആകുന്നു. ഇതാണ് അതിൻ്റെ കറക്റ്റ് റൂട്ട്. ഓക്കെ, അതിൻ്റെ കറക്റ്റ് റൂട്ടായിട്ട് വരുന്നത് ഇതാണ്. പക്ഷേ നമ്മൾ പറയും ഇതേ KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് അസിഡിക് മീഡിയത്തിലാണെങ്കിൽ ഈ 0 നിൽക്കും. ആൽക്കലൈൻ മീഡിയത്തിലാണെങ്കിൽ ഈ നോൺ മെറ്റൽ ആൽക്കലൈൻ മീഡിയത്തിൽ സ്റ്റേബിൾ അല്ല. എക്സിസ്റ്റ് ആസ് ഓക്സാനയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് IO3 മൈനസ്. ഹിയർ അയഡിൻ ഓക്സിഡേഷൻ നമ്പർ +5 ആണ്. ഓക്കെ, സോ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. According to Charles' law, the volume of gas can be plotted against a temperature in Celsius as shown below. V0 is the volume of gas at 0 degree and V is the volume at T degree. Then slope of the straight line is equal to. നമ്മൾ ചാൾസ് ലോയുടെ റിലേഷൻസ് എങ്ങനെ പറയാറുള്ളത്? ചാൾസ് ലോയുടെ റിലേഷൻ V ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ VT ഡിഗ്രി സെൽഷ്യസ് is equal to V0 plus or minus T/273 V0. ആണെങ്കിൽ ഒന്ന് മാറ്റി പറയാം. VT ഡിഗ്രി സെൽഷ്യസ് is equal to V0 plus or minus T into V0/273. This is Y, വോള്യാണ് Y equal to, this is X axis T ഡിഗ്രി ആണ്, and this one M, this is C. Y equal to mx plus C ഫോമിലാണത്. ചാൾസ് ലോയുടെ റിലേഷനാണിത്. VT ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു V0 പ്ലസ് ഓർ മൈനസ് T/273 V0. ഇതിലല്ലേ നമ്മൾ 273 ഡിഗ്രി കൊടുത്ത് V0 മൈനസ് V0 എന്നിട്ട് നമ്മൾ പറയും
Volume at minus 273 degree equal to 0. So minus 273 degree is called absolute zero. But direct. When the M and the V0 by 273. So answer is option 1. 90. Option 1 is correct answer according to Charles law relation. Which of the following pair represent anomer? In the anomer nu varnal. Anomer nu varna cyclic structure of glucosyl. Carbonyl group le. That is anomeric carbon nu vilikum. This is glucose ആണ് 1 2 3 4 5 aldehyde glucose ആണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസിലെ ഫസ്റ്റ് കാർബൺ ദാറ്റ് ഈസ് അനോമറിക് കാർബൺ കാർബണൽ കാർബൺ. ആ കാർബണൽ കാർബൺസിൽ എന്താകും സൈക്ലിക് സ്ട്രക്ചറിൽ ആ CHO OH ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ കാർബണൽ കാർബൺ അല്ലെങ്കിൽ അനോമറിക് കാർബൺസിലെ കോൺഫിഗറേഷൻ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഐസോമേഴ്സിനെയാണ് നമ്മൾ അനോമേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ സൈക്ലിക് സ്ട്രക്ചറിലാണ് നമ്മൾ അനോമേഴ്സ് പറയാം. അപ്പോൾ ഇതും അനോമേഴ്സ് അല്ല, ഇതും അനോമേഴ്സ് അല്ല. ഇനി ഇത് രണ്ടുമാണ് സൈക്ലിക് സ്ട്രക്ചേഴ്സ്. അതിൽ ഏതാണ് അനോമേഴ്സ് നോക്കാം. ഈ രണ്ട് സ്ട്രക്ചർ സെയിം അല്ലേ? CH2 then OH OH H H OH OH ഇതാ anomeric carbonൽ മാത്രം ഡിഫറൻസ്. This carbon C1 is called anomeric carbon. So this is anomer. Here ഇവിടെ എന്താ പ്രോബ്ലം? OH ഇവിടെ തന്നെ തിരിഞ്ഞു. ഈ രണ്ടും ഒരു സ്ട്രക്ചർ അല്ല. രണ്ടാമത്തെ കാർബൺ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഫസ്റ്റ് നമ്മൾ ഗ്ലിസറാൾഡിഹൈഡ് വരക്കും. ഗ്ലിസറാൾഡിഹൈഡിൽ നിന്ന് എറിത്രോസും ത്രിയോസും വരക്കും. ദെൻ സൈലോസും ലിക്സോസും റൈബോസും അറാബിനോസും വരച്ച് റൈബോസും എടുത്തിട്ട് നമ്മൾ പിന്നെ ഗ്ലൂക്കോസിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് കാർബണിൽ തന്നെ ചേഞ്ച് വന്നു. സോ ഇത് എപ്പിമേഴ്സ് ആണ്. ഇവർ എപ്പിമേഴ്സ് ആണ്. ദെൻ കോൺഫിഗറേഷൻ ചേഞ്ച് ഇൻ എനി കാർബൺ അതർ ദാൻ അനോമറിക് കാർബൺ ആണെങ്കിൽ അവരെ വിളിക്കുന്നവർ എപ്പിമേഴ്സ് എന്നാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇവർ അനോമേഴ്സ് അല്ല, എപ്പിമേഴ്സ് എന്ന് പറയാം. റൈറ്റ്. ദെൻ 92. Which of the following statement is not true about low density polythene? LDP. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ടഫാണ് LDP. ഓക്കെ, LDP ടഫാണ്. പോർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ഹൈലി ബ്രാഞ്ച്ഡ് ആയതുകൊണ്ടല്ലേ ഇവർ LDP ആയത്. ബ്രാഞ്ച്ഡ് ആയതുകൊണ്ട് പാക്കിംഗ് പോസിബിൾ അല്ല, ക്ലോസ്ലി പാക്കിംഗ് പോസിബിൾ അല്ല. സോ ലോ ഡെൻസിറ്റി. ദെൻ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ അൺബ്രാഞ്ച്ഡ് ആണ്. സോ ക്ലോസ് പാക്കിംഗ് ഹൈ ഡെൻസിറ്റി. സോ ദെൻ ഹാർഡ് എന്ന് തെറ്റാണ്. ഇവർ ഹാർഡല്ല. ഓക്കെ, നോട്ട് ട്രൂ അബൌട്ട് ലോ ഡെൻസിറ്റി പോളിത്തീൻ ടഫാണ്. പോർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിക്കൽ വയറിൻ്റെ ഇൻസുലേറ്ററൊക്കെ ആയിട്ട് നമ്മൾ ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈലി ബ്രാഞ്ച്ഡും കറക്റ്റാണ്. സോ നോട്ട് എ ഹാർഡല്ല, സോഫ്റ്റാണ്. ഓക്കെ, വയറിൻ്റെ ആ ഇൻസുലേഷൻസ് നോക്ക്, ഹാർഡല്ല, അത് സോഫ്റ്റാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വീക്കസ്റ്റ് ബ്രോൺസ്റ്റഡ് ബേസ് ആണ്? ബ്രോൺസ്റ്റഡ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? H+നെ ഏറ്റവും സ്പീഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റിൽ. ആസിഡ് ഈസ് പ്രോട്ടോൺ ഡോണർ, ബേസ് ഈസ് പ്രോട്ടോൺ ആക്സെപ്റ്റർ. നമുക്ക് നോക്കാം. ഈ എല്ലാ നൈട്രജൻ്റെ മുകളിലും ഓരോ ലോൺ പെയേഴ്സ് ഉണ്ടാകും. കാരണം 3 ബോണ്ടേ ഉള്ളൂ. സോ ലോൺ പെയേഴ്സ് ഉണ്ട്. നിങ്ങളോട് വീക്കസ്റ്റാണ് ചോദിച്ചത്. ഈ ലോൺ പെയർ ആണ് H+നെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ലോൺ പെയർ ആണ് H+നെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ ലോൺ പെയർ ആണ് H+നെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ 3 കേസിലും ഓപ്ഷൻ 4ലും ഓപ്ഷൻ 3ലും ഓപ്ഷൻ 2ലും ആ ലോൺ പെയർ ഈസ് ഫിക്സ്ഡ് ഓൺ നൈട്രോജൻ. ബട്ട് ഇൻ ഓപ്ഷൻ 1 ദിസ് ലോൺ പെയർ ഈസ് പാർട്ടിസിപ്പേറ്റ് ഇൻ റെസൊണൻസ്. ഹിയർ ഡീലോക്കലൈസ്ഡ് ലോൺ പെയർ ആണ്, ഇവിടെ ലോക്കലൈസ്ഡ് ലോൺ പെയർ ആണ്. ഡീലോക്കലൈസ്ഡ് ലോൺ പെയർ ആണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറയും. സോ ഹിയർ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ഫിക്സ്ഡ് ലോൺ പെയർ ആണ്, ഫിക്സ്ഡ് ലോൺ പെയർ ആണ്, ഫിക്സ്ഡ് ലോൺ പെയർ ആണ്. ബട്ട് ഹിയർ ഡീലോക്കലൈസ്ഡ് ലോൺ പെയർ. That is the difference. The 94. The bond angle of NH3. NH3 ഞാൻ ഓൾറെഡി നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോണ്ട് പെയർ 3, ലോൺ പെയർ 1. Then NH4+. 4 ബോണ്ടാണുള്ളത്, ലോൺ പെയർ 0 ആണ്.
NH2 മൈനസ് NH2 മൈനസ് നോക്കാം, 2 ബോണ്ട് പെയറും ലോൺ പെയർ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. ആ ബോണ്ട് ആംഗിൾ നമ്മൾ എങ്ങനെ പറയാം? ബോണ്ട് ആംഗിൾ ലോൺ പെയറിൻ്റെ നമ്പർ കൂടുമ്പോൾ ലോൺ പെയർ ഉണ്ടാക്കുന്ന റിപ്പൽഷൻ കൂടും. അക്കോർഡിംഗ് ടു VSEPR തിയറി, ലോൺ പെയർ റിപ്പൽഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ ബോണ്ട് പെയർ. അപ്പോൾ ലോൺ പെയേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ ലോൺ പെയർ റിപ്പൽഷൻ കൂടും. അപ്പോൾ നമ്മൾ ബോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറയാറില്ലേ 4 ബോണ്ട് പെയർ ആണെങ്കിൽ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ 109 ഡിഗ്രി 28 മിനിറ്റ് ഓർ 109.5 ഡിഗ്രി. ഒരു ലോൺ പെയർ വന്നാൽ ആ ലോൺ പെയർ ഉണ്ടാക്കുന്ന റിപ്പൽഷൻ കൊണ്ട് ബോണ്ട് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തു, കുറഞ്ഞു. വീണ്ടും ലോൺ പെയർ വന്നാൽ വീണ്ടും ലോൺ പെയർ റിപ്പൽഷൻ കൂടി. സോ ബോണ്ട് ആംഗിൾ വീണ്ടും കുറഞ്ഞു. ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ലോൺ പെയർ ഇല്ലാത്ത ആൾക്ക് NH4 പ്ലസിന്, പിന്നെ NH3ക്ക്, പിന്നെ NH2 മൈനസിന്. സോ 94 ഏത് ഓപ്ഷനാണ് വരിക? 94 NH4 പ്ലസ് 109.5 ഡിഗ്രി ആയിരിക്കും. NH3 ബോണ്ട് ആംഗിൾ കുറഞ്ഞു, അറൗണ്ട് 107 ഡിഗ്രി. NH2 മൈനസ് വീണ്ടും ബോണ്ട് ആംഗിൾ കുറഞ്ഞു. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. 94 ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, then 95, which of the following is incorrect for hydrogen peroxide? The dihedral angle in gas phase 111.5 around correct ആണ്. H2O2 prepared industrially from 2-ethyl anthraquinol അല്ലേ? 2-ethyl anthraquinol എയറിൽ വെച്ച് ഓക്സിഡൈസ് ചെയ്ത് 2-ethyl anthraquinone ആക്കി മാറ്റുന്നു. Then H2O2 immiscible തെറ്റാണ്. കാരണം H2O2 വാട്ടറിനേക്കാളും സ്ട്രോങ് ഹൈഡ്രോജൻ ബോണ്ട് ഉണ്ട്. H2O2 പോളാറാണ്. അറൗണ്ട് 2.1 സംതിങ് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ട്. സോ H2O2 സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. ദ നോർമാലിറ്റി ഓഫ് 10 വോളിയം H2O2 ഈസ് 1.79 നോർമൽ. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻകറക്റ്റ്? തേർഡ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ് ആണ്. ആ 10 വോളിയം നമുക്കറിയാം, നമ്മൾ വോളിയം സ്ട്രെങ്ത് കാണാൻ എന്തായിരുന്നു? വോളിയം സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു 5.6 ഇൻറ്റു നോർമാലിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. ഒരു നോർമൽ എന്ന് പറഞ്ഞാൽ എത്ര വോളിയാണ്? 5. അതായത് H2O2 ഡീകമ്പോസ് ചെയ്യുമ്പം 2 മോൾ H2O2 ഡീകമ്പോസ് ചെയ്യുമ്പം ഒരു O2 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 22.4 ലിറ്റർ ആണ്. ഓക്കെ, ഇത് 4 നോർമലാണ്. അപ്പോൾ 4 നോർമൽ ഈസ് ഈക്വൽ ടു 20. 4 നോർമൽ ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ. സോ 1.79 നോർമൽ ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. ചെയ്ത് നോക്കുക, കറക്റ്റാണ്. കാരണം 2 നോർമൽ 11.2 ആണ്. ദെൻ 2 നോർമൽ 11.2 ആണ്. സോ 1.7 ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ റോങ് ആയിട്ട് കാണുന്നത്. which only as oxidizing substance among the following? Oxidizing substance ആണ് ചോദിച്ചത്. That is oxidizing agent. Which of the following undergo only reduction? SO3 ആണ്. കാരണം സൾഫർ +6 ആണ്. ഇനി കൂടാൻ ചാൻസ് ഇല്ല, കുറയുള്ളൂ.
റെഡി. വിച്ച് ഓൺലി ആസ് ഓക്സിഡൈസിങ് സബ്സ്റ്റൻസ് എന്നാണ്. അപ്പം ഞാൻ ഈ ഓപ്ഷൻ 3 ഞാൻ ടിക്ക് ചെയ്തു, കാരണം ഇയാൾ +6 ആണ്, ഇയാൾ ഇനി കൂടില്ല, ഓൺലി അണ്ടർഗോ റിഡക്ഷൻ. SO2 നോക്കൂ +4 ആണ്, ഈ +4 +6 വരെ കൂടാം ആൻഡ് -2 വരെ കുറയാം. H2S -2 ആണ്, ഇത് ഓൺലി +6 വരെ കൂടുള്ളൂ. സോ റെഡ്യൂസിങ് ഏജന്റ് ആണ്. NO2 +4 ആണ്, ഇത് +5 വരെ കൂടാം, -3 വരെ കുറയാം. അപ്പോൾ ഇത് ഓൺലി റെഡ്യൂസിങ് ഏജന്റ്, ഇത് ഓൺലി ഓക്സിഡൈസിങ് ഏജന്റ്. ഓൺലി ഓക്സിഡൈസിങ് സബ്സ്റ്റൻസ് മീൻസ് ഓൺലി ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. Then 97, K2CO3 cannot be prepared by Solvay process. കറക്റ്റ് ആയിട്ട് അറിയുന്നതാണ്. സോൾവേ പ്രോസസ്സിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് സ്റ്റെപ്പ് എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ NaHCO3 പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്നിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ NaHSO3 പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. പക്ഷേ KHCO3 is more soluble ആണ്. KHCO3 is more soluble than NaHCO3. സോ അതുകൊണ്ട് ഈ മെത്തേഡ് നമ്മൾ K2CO3ൻ്റെ പ്രിപ്പറേഷന് സോൾവേ പ്രോസസ് അല്ല, ലാബ് ബ്ലാങ്ക് പ്രോസസ്സാണ് നോർമലി ഉപയോഗിക്കാറുള്ളത്. ദാറ്റ് ഈസ് 97 ഓപ്ഷൻ 2. ദെൻ കറക്റ്റ് ഓർഡർ ഓഫ് ഡെൻസിറ്റി ഓഫ് ഗ്രൂപ്പ് 1 എലമെന്റ്. ഡെൻസിറ്റി ഗ്രൂപ്പ് 1ന് ഡെൻസിറ്റിയിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. കാരണം എന്താ? ഗ്രൂപ്പ് 1ൽ നോർമലി ഡൗൺ ദ ഗ്രൂപ്പ് നമ്മൾ പറയും ഡൗൺ ദ ഗ്രൂപ്പ് മാസ് കൂടും, ഡെൻസിറ്റി കൂടും. പക്ഷെ ഗ്രൂപ്പ് 1ൽ ഡൗൺ ദ ഗ്രൂപ്പ് ലിത്തിയം കഴിഞ്ഞിട്ട് സോഡിയം അല്ല, ലിത്തിയം കഴിഞ്ഞ് വരുന്നത് പൊട്ടാസ്യമാണ്. ദെൻ സോഡിയം പൊട്ടാസ്യം ഇങ്ങനെ എഴുതുക, പിന്നെ റുപ്പീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇതാണ് ഓർഡർ. ഇവിടെ എന്താ ഇതിന് അബ്നോർമാലിറ്റിക്ക് കാരണം? സോഡിയം ടു പൊട്ടാസ്യം, സോഡിയത്തിന് പൊട്ടാസ്യത്തിലേക്ക് അബ്നോർമൽ ഇൻക്രീസ് ഇൻ സൈസിൽ ഇവരെ സൈസ് നോക്കുകയാണ്, ഏറ്റവും വലിയ വേരിയേഷൻ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും ഇടയിലാണ്. ആ വേരിയേഷൻ ഉള്ളത് കൊണ്ട് വോള്യം കൂടിയ ഡെൻസിറ്റി കുറയും. സോ പൊട്ടാസ്യം ഈസ് സോഫ്റ്റർ ദാൻ സോഡിയം. സോ ഏതാ കറക്റ്റ് ഓപ്ഷൻ? പൊട്ടാസ്യം സോഫ്റ്റർ ദാൻ സോഡിയം. അപ്പോൾ ലിത്തിയം, പൊട്ടാസ്യം, ഇത് കറക്റ്റ് ഓർഡറാണ്, തെറ്റാണ്. ഇതും തെറ്റാണ്. ലിത്തിയം കഴിഞ്ഞാൽ പൊട്ടാസ്യം, പിന്നെ സോഡിയം, റുപ്പീഡിയം, സീഷ്യം. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. Then 99, A by V square given in van der Waals equation, P plus A by V square into V minus V is equal to RT. ഇതല്ലേ van der Waals equation. അതിൽ A by V square ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻസിനെ അല്ലേ? A by V square ഇൻഡിക്കേറ്റ് ഇന്റർമോളിക്കുലർ അട്രാക്ഷന്, B ഇൻഡിക്കേറ്റ് വോള്യം, ഇത് വോള്യത്തെ, ഇത് അട്രാക്ഷന്. നീറ്റ് 2022 പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വർഷം മാറ്റിവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. മികച്ച അധ്യാപകർ, ഉന്നത നിലവാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, കൃത്യതയാർന്ന മോക്ക് ടെസ്റ്റുകൾ, അതിനേക്കാൾ ഉപരി നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ഒരു വില്ലനായി നിൽക്കുന്നത് എന്തുകൊണ്ട്? എത്ര വായിച്ചിട്ടും മനസ്സിലാവാത്ത ചോദ്യങ്ങൾ, മനസ്സിലായ ചോദ്യങ്ങൾക്കാവട്ടെ ഉത്തരങ്ങളിലേക്ക് എത്താനും കഴിയുന്നില്ല. നമുക്കാദ്യം ഫിസിക്സിനെ പ്രണയിച്ച് തുടങ്ങാം, എന്നിട്ടാവാം പഠനം. നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന അതേ അധ്യാപകർ തന്നെ രാപ്പകൽ ഭേദമന്യേ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാം ഒറ്റ കുടക്കീഴിൽ പെരിന്തൽമണ്ണ മലബാർ പ്ലാറ്റിനം ക്ലാസ്സസ്. നമുക്കൊരുമിച്ച് തുടങ്ങാം. MBBS പ്രവേശനം ഉറപ്പാക്കാം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. Okay, then last question. 14 gram N2 and 36 gram ozone were
at the same pressure and temperature, their volume will be same pressure and temperature number of volume, അതായത് പി വി is equal to nRT ആണ്. പി വി is equal to nRT ആണ്. പ്രഷർ സെയിം, ടെമ്പറേച്ചർ സെയിം, ആർ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വി തന്നെയാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ദ വോള്യൂം വിൽ ബി, അവരെ നമ്പർ ഓഫ് മോൾസിൻ്റെ റിലേഷൻ നോക്കിയാൽ മതി. വോള്യൂം കാണാൻ നമ്പർ ഓഫ് മോൾസ് കണ്ടാൽ മതി. എങ്ങനെ ഇവരെ നമ്പർ ഓഫ് മോൾസ് കാണാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 is equal to number of moles of ozone. Number of moles of N2 14/28 is equal to 36/48. 1/2 is equal to 36/48 ആണെങ്കിൽ that is 3/2. 3/2. Okay. 1/2 is equal to 3/2. So correct answer is 14 gram N2 and 36 gram O2 അല്ലേ? അപ്പോൾ 36/48, that is 6/8, 3/4, right? 3/4. So 4/2, that is 2 is equal to 3. then ഏത് ഓപ്ഷനാണ് കറക്റ്റ് വരിക? 1/2 is equal to 3/4 ആണ് ഇവിടെ വന്നത്. 6/8 വന്നു. 6/8നെ ഷോർട്ട് ആക്കിയാൽ 3/4. then correct answer is option 1/2 N2 is equal to 3/4 ozone. 4 കൊണ്ട് കട്ട് ചെയ്താൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റു 4 ചെയ്താൽ 2N2 is equal to 3 ozone. Okay, their volume ratio will be 1/2 half is to 3/4. Given mass 36 ozone, but 2 is to 3. 2 volume of N2 is equal to 3 volume of ozone. Okay, ready? 4 on multiply ചെയ്താൽ മതി. 1/2 into 4 equal to 3/4 into 4. 2 is to 3. Option 1 is the correct answer. Okay, right. MBBS ഒരു സ്വപ്നം മാത്രമല്ല, പഠിച്ചു നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല മനസ്സുണ്ടെങ്കിൽ. ഉയർന്ന മാർക്കുകളല്ല, ദൃഢനിശ്ചയവും യഥാർത്ഥ കോച്ചിങ്ങും നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. ഏറ്റവും കുറഞ്ഞ ചെലവിൽ മക്കൾക്ക് വേണ്ടി ഏറ്റവും മികച്ചത് തന്നെ കണ്ടെത്തണ്ടേ? നീറ്റ് എന്ന ടെൻഷൻ അങ്ങ് വിട്ടേക്ക്. നീറ്റിന് മാത്രമായി നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നമ്മുടെ കേരളത്തിൽ. ഉയർന്ന വിജയ ചരിത്രം, മികച്ച അധ്യാപനം, പ്രത്യേകം തയ്യാറാക്കിയ സിലബസ്, എല്ലാത്തിനുമുപരി ആത്മാർത്ഥമായ പരിശ്രമം. പ്ലാറ്റിനം. 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 എല്ലാവർക്കും ഈസിയായി MBBS കരസ്ഥമാക്കാൻ നീറ്റ് ക്രാഷ് ആൻഡ് നീറ്റ് റിപ്പീറ്റ് പ്രോഗ്രാം പ്ലാറ്റിനത്തിൽ നിന്ന്. ഇതിലും മികച്ചത് ഇനി എന്ത് കേൾക്കണം? പെരിന്തൽമണ്ണ പ്ലാറ്റിനം ക്ലാസ്. നീറ്റ് 2022 പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വർഷം മാറ്റിവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. മികച്ച അധ്യാപകർ, ഉന്നത നിലവാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, കൃത്യതയാർന്ന മോക്ക് ടെസ്റ്റുകൾ, അതിനേക്കാൾ ഉപരി നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ഒരു വില്ലനായി നിൽക്കുന്നത് എന്തുകൊണ്ട്? എത്ര വായിച്ചിട്ടും മനസ്സിലാവാത്ത ചോദ്യങ്ങൾ, മനസ്സിലായ ചോദ്യങ്ങൾക്കാവട്ടെ ഉത്തരങ്ങളിലേക്ക് എത്താനും കഴിയുന്നില്ല. നമുക്കാദ്യം ഫിസിക്സിനെ പ്രണയിച്ച് തുടങ്ങാം, എന്നിട്ടാവാം പഠനം. നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന അതേ അധ്യാപകർ തന്നെ രാപ്പകൽ ഭേദമന്യേ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാം ഒറ്റ കുടക്കീഴിൽ പെരിന്തൽമണ്ണ മലബാർ പ്ലാറ്റിനം ക്ലാസ്സസ്. നമുക്കൊരുമിച്ച് തുടങ്ങാം. MBBS പ്രവേശനം ഉറപ്പാക്കാം. ഞാനുണ്ട്,
നിങ്ങളുടെ കൂടെ. അപ്പോൾ ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻസിൽ പി വി സി ഈക്വൾ ടു എൻ ആർ ടി ഞാൻ പറഞ്ഞു. പി വി സി ഈക്വൾ ടു എൻ ആർ ടി കോൺസ്റ്റൻ്റ് ആണ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചർ ദെൻ ആർ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, വി സി ഈക്വൾ ടു എൻ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് റേഷ്യോ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് റേഷ്യോ എന്നാണ്. സോ സെയിം റേഷ്യോ 14/2 നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, വോള്യൂം ഓഫ് N2 ബൈ വോള്യൂം ഓഫ് ഓസോൺ ആണ് നമ്മൾ റേഷ്യോ നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ തമ്മിലുള്ള റേഷ്യോ നോക്കിയാൽ മതി. ദെൻ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, 3VN2 is equal to 2 വോള്യൂം ഓഫ് ഓസോൺ. ഇത് ഹാഫ് മോൾ ആണ്, ഇത് 0.75 മോൾ ആണ്. രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ദെൻ 3 വോള്യൂം ഓഫ് N2 is equal to 1.5 മോൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വോള്യൂം ഓഫ് ഓസോൺ 1.5. ഇത് ഹാഫ്, ഞാൻ ജസ്റ്റ് കാൽക്കുലേഷനിലേക്കൊന്നും പോകണ്ട, ഇത് ഹാഫ് മോൾ ആണ്, ഇത് 0.75 മോൾ ആണ്. അപ്പം ഹാഫ് മോളും 0.75 ഈക്വൽ ആക്കാൻ 3 into half is equal to 2 into 0.75. ഞാൻ ഈ ഓപ്ഷനെ പറഞ്ഞത്. ദെൻ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, റൈറ്റ്, റെഡി. MBBS ഒരു സ്വപ്നം മാത്രമല്ല, പഠിച്ചു നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല മനസ്സുണ്ടെങ്കിൽ. ഉയർന്ന മാർക്കുകളല്ല, ദൃഢനിശ്ചയവും യഥാർത്ഥ കോച്ചിങ്ങും നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. ഏറ്റവും കുറഞ്ഞ ചെലവിൽ മക്കൾക്ക് വേണ്ടി ഏറ്റവും മികച്ചത് തന്നെ കണ്ടെത്തണ്ടേ? നീറ്റ് എന്ന ടെൻഷൻ അങ്ങ് വിട്ടേക്ക്. നീറ്റിന് മാത്രമായി നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നമ്മുടെ കേരളത്തിൽ. ഉയർന്ന വിജയ ചരിത്രം, മികച്ച അധ്യാപനം, പ്രത്യേകം തയ്യാറാക്കിയ സിലബസ്, എല്ലാത്തിനുമുപരി ആത്മാർത്ഥമായ പരിശ്രമം. പ്ലാറ്റിനം 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 പ്ലാറ്റിനം. എല്ലാവർക്കും ഈസിയായി MBBS കരസ്ഥമാക്കാൻ നീറ്റ് ക്രാഷ് ആൻഡ് നീറ്റ് റിപ്പീറ്റ് പ്രോഗ്രാം പ്ലാറ്റിനത്തിൽ നിന്നും. ഇതിലും മികച്ചത് ഇനി എന്ത് കേൾക്കണം? പെരിന്തൽമണ്ണ പ്ലാറ്റിനം ക്ലാസ്.